Good morning all. ഈ മോളിക്കുലർ ബയോളജി ഡിപ്പാർട്ട്മെന്റും IQAC കണ്ണൂർ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നടത്തുന്ന ഫോക്കസ് 2020 ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ഇസ് നൺ അതർ ദാൻ മിസ്റ്റർ ശ്രീനി പള്ളിയത്ത്. ഈസ് എ റിനോൺഡ് ലൈഫ് സ്കിൽ ട്രെയിനർ. നമ്മുടെ നാട്ടുകാരനായ, അതായത് ഈ നീലേശ്വരത്തുകാരനായ ഇദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലമായി പരിശീലന മേഖലയിൽ നിറ സാന്നിധ്യമാണ്. കേരളത്തിലും കർണാടക, തമിഴ്നാട്, ഗോവ, തെലങ്കാന, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളുമായി ഇതുവരെ 300-ലധികം പരിശീലന പരിപാടികൾ നടത്തിയ അനുഭവപരിചയമുള്ള വ്യക്തിയാണ്. ഗവൺമെന്റ് എംപ്ലോയീസിനും ജനപ്രതിനിധികൾക്കും പരിശീലനം നൽകുന്ന കില, IMG തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിലെ വിസിറ്റിംഗ് ലൈഫ് സ്കിൽ ട്രെയിനറായ ഇദ്ദേഹം JCSന്റെ നാഷണൽ ട്രെയിനർ കൂടിയാണ്. KCBയിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം അറിയപ്പെടുന്ന സൈക്കോളജിക്കൽ കൗൺസിലറും സൈക്കോ തെറാപ്പിസ്റ്റും കൂടിയാണ്. കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ കുട്ടികൾക്ക് ഇദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. This year also he is with us and thank you sir for accepting our invitation. ഇത്രയും പറഞ്ഞുകൊണ്ട് may I now invite Mr. Srini Palliyat to enlighten and motivate our students. Thank you. Thank you, sir. First of all, let me extend my sincere thanks to Suresh sir and entire Department of Molecular Biology and the students. പറഞ്ഞതുപോലെ ഇത് 3-ാമത്തെ വർഷമാണ് ഇങ്ങനെ ഒരു പരിശീലന പരിപാടിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റുന്നത്. പക്ഷേ ഈ വർഷം തീർത്തും വ്യത്യസ്തമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഭിന്നമായി നമ്മൾ ഇപ്രാവശ്യം ഓൺലൈനിലൂടെയാണ് സംവദിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെതായ ചില പരിമിതികൾ ഉണ്ടാകും. പക്ഷെ ഇതൊരു പുതിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്കും നിങ്ങൾക്കും. ഞാൻ നിങ്ങളുടെ ഇന്നലെ വരെയുള്ള പ്രോഗ്രാം ഷെഡ്യൂൾസ് കണ്ടു. പ്പെടുന്ന പ്രഗത്ഭരായ നിരവധി പേർ നിങ്ങളുമായിട്ട് സംവദിച്ചു. അപ്പൊ അതിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ സ്ലൈഡ് പ്രസന്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ട് സർ? ഓക്കെ, ക്ലിയർ ആണ്. ഗുഡ് മോർണിംഗ് അല്ലേ? ഗുഡ് മോർണിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ട് അല്ലേ? ഓക്കെ. Today's topic is off balance on purpose. സത്യം പറഞ്ഞാൽ ഈ കോവിഡ് കാലത്ത് തയ്യാറായിട്ടുള്ള അവസാനത്തെ 2 മാസങ്ങളിൽ രൂപപ്പെടുത്തിയെടുത്തൊരു മൊഡ്യൂളാണ്. അത് ആദ്യമായി പരീക്ഷിക്കുന്നത് നിങ്ങളുടെ പുറത്താണ്. ഈ അവസാന 2 മാസക്കാലത്തിനിടയിൽ വായിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളും പിന്നെ ട്രെയിനിങ് എക്സ്പീരിയൻസിൽ നിന്ന് മറ്റു പുസ്തകങ്ങൾ വായിച്ചെന്നൊക്കെ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ടൈറ്റിൽ പോലും വളരെ വളരെ പ്രസക്തമാണ്. ഓഫ് ബാലൻസ് ഓൺ പർപ്പസ്. നമ്മുടെയൊക്കെ ബാലൻസ് നഷ്ടപ്പെടുന്ന അല്ലെ, ഒന്നിനു പുറകെ ഒന്നായി ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ബാലൻസ് നഷ്ടപ്പെടും. ചിലപ്പോൾ ചോദിക്കും, അങ്ങനെയൊന്നും ഇല്ലല്ലോ, ദുരന്തങ്ങളെ നമ്മൾ നേരിട്ടിട്ടുണ്ടല്ലോ കുറെ. പക്ഷെ അല്ല, ഈ കോവിഡ് കാലത്ത് ടെലി കൗൺസിലിംഗ് കൊടുക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. കുറെ പേർക്ക് കൊടുക്കാൻ അവസരം ലഭിച്ചിരുന്നു സമയത്തിന് ലഭ്യമായതിനനുസരിച്ച്. അപ്പോഴാണ് ശരിക്കും കോവിഡ് പലർക്കും വന്നിരിക്കുന്നത് പേടികൊണ്ടാണ്. മനോനില തെറ്റിയിട്ട് കോവിഡായ കുറെ ആൾക്കാരുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും വന്നാൽ പേടിച്ച് വിറച്ച് അവരുടെ ബാലൻസ് നഷ്ടപ്പെടുകയാണ്. ദേ ആർ ഓഫ് ബാലൻസ്. ആ സമയത്ത് അവരുടെ പേർപ്പസും മിസ് പോകുന്നു. ശരിക്കും ഇതൊരു പുസ്തകമാണ്. ഡാൻ ട്രൂമൻ എന്ന് പറയുന്ന അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കർ, എന്റർപ്രണർ ആൻഡ് റൈറ്റർ, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഓഫ് ബാലൻസ് ഓൺ പർപ്പസ്. അതേ പുസ്തകത്തിൽ പറയുന്നത് തന്നെ ഇതാണ്: എംബ്രേസ് അൺസർട്ടനിറ്റി ആൻഡ് ക്രിയേറ്റ് എ ലൈഫ് യു ലിവ്. അല്ലേ? ബൈബിളിൽ പറയുന്നുണ്ട്, അസ്വസ്ഥതകളെ പുൽകാൻ നമ്മൾ പഠിക്കണം. അസ്വസ്ഥതകളാണ്
ജീവിതത്തിന് താളം നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാകാതെ അസ്വസ്ഥതകളെ പുൽകാൻ പഠിക്കൂ. ശരിക്കും അത്തരത്തിലൊരു പൊരുൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. എംബ്രേസ് അൺസർട്ടനിറ്റി. അസ്വസ്ഥതകളിൽ നിന്നാണ് പലപ്പോഴും സന്തോഷം ഉണ്ടാകുന്നത് എന്നാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. അതിൽ നമ്മൾ എന്തറിയണം? വി ഹാവ് ടു നോ ഹൗ ടു ഡീൽ വിത്ത് അൺസർട്ടനിറ്റി. അപ്പൊ നമ്മൾ അടുത്ത 1.5 മണിക്കൂറിൽ എന്തൊക്കെയാണ് ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇൻസൈഡ് ദ ബോക്സ്, വാട്ട് ഈസ് അൺസർട്ടനിറ്റി, ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്, പോസ്റ്റ് കോവിഡ് ലൈഫ് ആൻഡ് ചാലഞ്ചസ്, സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്, perception matters, crisis management is life management, tips to take a U-turn, and formula 3 to excellence. ഇപ്പൊ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും, ഈ തന്മാത്രാ ജീവശാസ്ത്രം പഠിക്കുന്ന ഞങ്ങളോട് ഈ കാര്യമെല്ലാം പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ? പക്ഷേ ഈ കാര്യം എല്ലാം മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ക്ലാസിന്റെ എൻഡ് ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് വേണ്ടുന്ന കുറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് കിട്ടും. നമ്മുടെ ബാലൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്ത് പഠിച്ചിട്ടൊരു കാര്യമില്ല അല്ലേ? ആത്മാവിനെ മുറിപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോകത്ത് എന്ത് നേടിയിട്ട് എന്ത് കാര്യം എന്നും ബൈബിളിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവിനെ മുറിപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ സെഷൻ വരുന്നത്. സോ ഓൾ യു ആർ വെൽക്കം ടു മൈ സെഷൻ ഓഫ് ബാലൻസ് ഓൺ പർപ്പസ്. ഇത് പൂർണ്ണമായും ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്ത് പോകുന്ന ടോപ്പിക് അല്ല, മൊഡ്യൂൾ അല്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ബാക്കി പല പുസ്തകങ്ങളിൽ നിന്നായിട്ട് ഇതിൽ പരാമർശിക്കും. സോ ലെറ്റ്സ് മൂവ് അഹെഡ്. ഫ്രണ്ട്സ്, there are only 2 things in life. ജീവിതത്തിലാകെ 2 കാര്യമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇത് പണ്ടൊരു ക്ലാസ്സിൽ ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, ശരിയാണ് സർ, 2 കാര്യം മാത്രമേ ഉള്ളൂ, തിന്നുക, ഉറങ്ങുക. ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ആർക്കെങ്കിലും പറയണമെങ്കിൽ അപ്പൊ അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടോ. നമ്മൾ ചെറിയൊരു ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, സ്റ്റുഡൻസ് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കൂട്ടോ. പറഞ്ഞോളൂ. There are only 2 things in life. Can you guess what are they? Okay. ആർക്കൊന്നും പറയാനില്ലേ? കഴിഞ്ഞ വർഷം അവിടെ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ചായയിൽ മുക്കിയ ബിസ്ക്കറ്റ് പോലെയാണ്. നമ്മൾ മുക്കിയിട്ട് കുറെ നേരം അവിടെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടാവില്ല. അത് അതിന്റെ അകത്ത് വീണിട്ട് ബൂസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നമ്മൾ ബൂസ്റ്റ് പോലെ കുടിക്കേണ്ടി വരും. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കലാണ് എന്താ പറയേണ്ടത്, ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്ന് പറയുന്ന ഒന്ന്. ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുക. ഇന്ന് നിങ്ങൾക്ക് അവസരം, മികച്ചൊരു അവസരമാണ് നിങ്ങളുടെ കോളേജ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയിരിക്കുന്നത്. സോ ദർ ആർ ഓൺലി 2 things in life. നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്ന്. തിങ്സ് ഇൻ അവർ കൺട്രോൾ അല്ലെ, നമ്മുടെ കൺട്രോളിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. തിങ്സ് ഇൻ അവർ കൺട്രോൾ. ഇനി എളുപ്പമാണ് സെക്കൻഡ്, തിങ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കുറെ കാര്യം. പ്രിയമുള്ളവർ, ഈ ഒരു സിമ്പിൾ സ്ലൈഡ് മനസ്സിലാക്കിയാൽ തന്നെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പോവുകയും നമ്മുടെ ഹാപ്പിനെസിന്റെ താക്കോൽ നമ്മുടെ പോക്കറ്റിൽ കിടക്കുകയും ചെയ്യും. എപ്പോഴാണ് നമ്മൾ സ്ട്രെസ്ഡ് ആവുന്നത്? എപ്പോഴാണ് നമ്മൾ അൺഹാപ്പി ആവുന്നത്? എപ്പോഴാണ് നമ്മൾ വറീഡ് ആവുന്നത്? എപ്പോഴാണ് നമുക്ക് ജീവിതത്തോട് വിരക്തി തോന്നുന്നത്? ഇന്നലെ പത്രത്തിൽ വായിച്ചു, MBBS പഠിക്കുന്ന ഒരു യുവാവ് ജീവിതത്തിനോട് വിരക്തി തോന്നിയിട്ട് ആത്മഹത്യ ചെയ്തു പോലും. എങ്ങനെ അദ്ദേഹം MBBS എത്തി എന്നാണ് എനിക്കറിയാത്തത്. പലപ്പോഴും നമുക്ക് വിരക്തി തോന്നുന്നത് നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. We are trying to control the things which are uncontrollable. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ സ്ലൈഡ് ആക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്, എനിക്കൊരു സുശീല ടീച്ചർ ഉണ്ടായിരുന്നു 6ാം ക്ലാസ്സിൽ. സുശീല ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നൊരു കഥയുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ പണ്ടേ പറഞ്ഞു കൊടുത്താണ്. ടീച്ചർ നന്നായിട്ട് കഥ പറയും. ടീച്ചർ കഥ പറയുക എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് അധ്യാപകരില്ലാത്ത പീരീഡിൽ ടീച്ചർ ക്ലാസ്സിലേക്ക് വരും. അപ്പൊ ടീച്ചർ അന്ന് സാമൂഹ്യശാസ്ത്രം എടുക്കില്ല, സാമൂഹ്യശാസ്ത്രത്തിന്റെ അധ്യാപികയാണ്. അപ്പൊ ടീച്ചർ പറയും, നമുക്ക് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പറയാം, കഥ പറയാം. ചിലപ്പോൾ തമാശ കഥയായിരിക്കും, ചിലപ്പോൾ കഥകളൊന്നും ഉണ്ടാവില്ല, വെറും ജോക്കായിരിക്കാം. പക്ഷെ ആ ഒരു 40 മിനിറ്റ് പോകുന്നത് നമ്മൾ അറിയില്ല.
അങ്ങനെ ഒരു ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞൊരു കഥയാണ് മദനന്റെ വീട്ടിൽ മരണമെത്തിയ കഥ. മദനൻ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കന്റെ വീട്ടിലേക്ക് മരണം വരികയാണ്. അപ്പൊ മദനൻ ഒരു ഉച്ച നേരത്താണ്, മദനൻ വീട്ടിലെന്തോ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ മരണം വരികയാണ്. മരണം വന്നിട്ട് പറയാണ്, മദന, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അപ്പൊ മദനൻ പറയാണ്, അയ്യോ, ഇങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞ് എനിക്ക് വരാൻ പറ്റില്ല. എന്റെ മകളുടെ കല്യാണം എടുക്കുകയാണ്. താങ്കൾ എന്നെ കാണുന്നില്ലേ, വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്സ്റ്റെയർ തേക്കാനുണ്ട്, ഫ്ലോറിംഗ് ഉണ്ട്, അപ്പൊ എനിക്ക് കുറെ വർക്ക് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പൊ മരണം പറഞ്ഞു, എന്റെ സ്വഭാവം താങ്കൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ വന്നാൽ അയാളെയും കൊണ്ട് മാത്രമേ പോവാറുള്ളൂ. അപ്പൊ മദനൻ കുറച്ച് ശാന്തനായി പറഞ്ഞു, പ്രഭോ, അങ്ങ് എന്നെ മനസ്സിലാക്കണം. എന്റെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് എന്തെങ്കിലും ഇളവ് കിട്ടുമോ? എന്തെങ്കിലും ഡിസ്കൗണ്ട് എനിക്ക് ഉണ്ടാവുമോ? മരണം പറഞ്ഞു, അങ്ങനെ യാതൊരു പരിഗണനയും ആർക്കും കിട്ടില്ല. മദനൻ വാച്ചിൽ നോക്കി, സമയം 12:45. മദനൻ പറഞ്ഞു, അങ്ങ് ദൂരെ നിന്ന് ക്ഷീണിച്ചു വരുന്നതല്ലേ, അങ്ങൊരു കാര്യം ചെയ്യൂ, വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അല്പം കഴിഞ്ഞു പോവാം. അപ്പൊ മരണം തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വലിയ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിലാണ് അന്ന് കഴിഞ്ഞ വരുന്ന ഒരാഴ്ച കൊണ്ടുപോകേണ്ടവരുടെ പേര് മൊത്തത്തിലുണ്ട്. എന്നിട്ട് പറഞ്ഞു, മദന, ഞാൻ വെറുതെ പുളിവടിച്ചതല്ല. ഈ ലിസ്റ്റിൽ കണ്ടോ, 4 പേരെ ഞാൻ കൊണ്ടുപോയി, 5ാമത്തത് നിന്റെ പേരാണ്. ഇനി 12 പേരുണ്ട്. ഇവരെയൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിലായി ഞാൻ കൊണ്ടുപോകുന്നവരാണ്. ഇത് കണ്ടപ്പോൾ മദനൻ പറഞ്ഞു, ഓക്കെ, ഇപ്പോഴെനിക്ക് മനസ്സിലായി. അങ്ങ് ദയവേത് എൻ്റെ അതിഥിയായി വരണം. ഞങ്ങൾ ഭക്ഷണം ഒരുക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വൈകുന്നേരം പോവാം. അങ്ങനെ ഉച്ചയായതുകൊണ്ട് മരണം മദനന്റെ ആതിഥേയത്വം സ്വീകരിക്കുകയാണ്. അങ്ങനെ അല്പനേരം വിശ്രമിക്കുന്നു. മദനനും ഭാര്യയും ചേർന്ന് പലതരം കറികൾ ഒരുക്കുന്നു, പായസം ഉണ്ടാക്കുന്നു, നല്ല സദ്യ ഉണ്ടാക്കുന്നു. അങ്ങനെ 1:45, 2 മണിയാകുമ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ റെഡിയാവുന്നു. കൈകാലൊക്കെ കഴുകി, മുഖമൊക്കെ കഴുകി മരണത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്, ഇരുത്തുകയാണ്. ഓരോ കറികളായി രുചിച്ച് നോക്കി മരണം ഭക്ഷണം കഴിക്കുന്നു. നല്ല രുചിയുണ്ടെന്ന് പറയുന്നു. ഈ സമയത്ത് അടുക്കളയിലേക്ക് ഓടിപ്പോയ മദനൻ അവിടെ നിറച്ചു വെച്ചിരുന്ന പായസത്തിന്റെ ഗ്ലാസ്സിൽ അല്പം ഉറക്ക് ഗുളിക മിക്സ് ചെയ്യുകയാണ്. അങ്ങനെ പായസത്തിന്റെ ഗ്ലാസ്സിൽ ഉറക്ക് ഗുളിക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മരണത്തിന് കൊടുക്കുകയാണ്. മരണം പായസം 1 അല്ല 2 ഗ്ലാസ് കുടിച്ചു. ഇത് പറഞ്ഞു, ഇത്രയും നല്ലൊരു പായസം ഞാൻ കുറെ കാലമായി കുടിച്ചിട്ട്. ഭക്ഷണം കഴിച്ചു, കൈയൊക്കെ കഴുകി. പറഞ്ഞു, ഭക്ഷണം കഴിച്ചാൽ ഉടനെ നടന്നു പോകാൻ പാടില്ല, അല്പനേരം വിശ്രമിക്കണം. താങ്കൾ അല്പനേരം മയങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് മരണം അത് സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ മെത്തയിൽ അല്പനേരം കിടന്നുറങ്ങുകയും ചെയ്തു. ഉറങ്ങിയപ്പോൾ അല്പനേരമായില്ല, കുറച്ച് കൂടുതൽ നേരത്തേക്ക് നീണ്ടുപോയി. കാരണം ഉറക്ക ഗുളിക അതിൽ ചേർത്തിരുന്നു. നന്നായി കൂർക്കം വലിച്ച് മരണം ഉറങ്ങുന്നതിന്റെ ഇടയിൽ മരണത്തിന്റെ അരികിലേക്ക് എത്തുകയാണ് മദനൻ. അങ്ങനെ മരണത്തിന്റെ പോക്കറ്റിൽ നിന്ന് മദനൻ ആ ലിസ്റ്റ് എടുത്ത് ഒന്നും കൂടി നോക്കി. മരണം പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയണം. നോക്കിയപ്പോ പറഞ്ഞത് ശരിയായിരുന്നു. 4 പേർക്ക് ടിക്കറ്റ് ഇട്ടുണ്ട്. 5ാമത്തെ പേര് മദനൻ എന്നായിരുന്നു. മരണം എന്ത് ചെയ്യുന്നറിയോ? പെൻസിൽ കൊണ്ടാണ് അത് എഴുതിയിരുന്നത്. ഒരു ഇറേസർ എടുത്ത് എല്ലാം മായ്ച്ചു കളഞ്ഞു. നമ്പറൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് 6ാമനെ 5ാമനാക്കി, 7ാമനെ 6ാമനാക്കി, 8ാമനെ 7ാമനാക്കി. അങ്ങനെ മുകളിലോട്ട് കയറ്റി കൊണ്ടുപോയിട്ട് ഏറ്റവും ഒടുവിൽ 15ാമനായി മദനന്റെ പേര് വെക്കുകയാണ്. മദനൻ അങ്ങനെ ചെയ്തപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നത്, അത്രയെങ്കിലും നേരം എനിക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ പറ്റുമല്ലോ എന്ന ഒരു പ്രതീക്ഷയായിരുന്നു. 6 മണിയായപ്പോഴാണ് മരണം ഉറക്കമിടുന്നത്. മരണം സന്തോഷത്തോട് മദനോട് പറഞ്ഞു, ഇത്രയും നല്ലൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല, ഇത്രയും നല്ല എന്റെ ക്ഷീണമൊക്കെ മാറി, വളരെ സന്തോഷമായി. എന്നിട്ട് മദനനെ അടുത്ത് വിളിച്ചുകൊണ്ട് മരണം പറഞ്ഞു, ആരും എന്നെ ഇങ്ങനെ സൽക്കരിക്കാറില്ല, പക്ഷെ താങ്കൾ അത് ചെയ്തു. അതുകൊണ്ട് ഞാൻ താങ്കളോട് ഒരു കാര്യം പറയട്ടെ, താങ്കൾക്ക് വേണ്ടി മാത്രം ഒരു ഡിസ്കൗണ്ട്. ഈ ലിസ്റ്റിൽ അടുത്തതായി വിളിക്കേണ്ടത് താങ്കളുടെ പേരായിരുന്നു, പക്ഷെ ഞാൻ ഈ ലിസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ ആളെയാണ് ഇപ്പൊ വിളിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത 5 വോട്ടല്ല ഞാൻ വിളിക്കുന്നത്, 12 വോട്ട് ഞാൻ മുകളിലോട്ട് വിളിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോഴും വിളിച്ചത് മദനനെ തന്നെയായിരുന്നു. കുറുക്ക് വഴികൾ എപ്പോഴും എളുപ്പമാവില്ല എന്ന് കാണിക്കുന്ന ഒരു കഥയാണിത്. അതായത് തിങ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ദുരന്തങ്ങളും ഒന്നിനു പുറകെ ഒന്നായി നമ്മളെ വേട്ടയാടുന്നത്. സോ
understand the difference, things in our control and things not in our control, and enjoy your life. സോ ഓഫ് ബാലൻസ് ഓൺ പർപ്പസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ കോർ അല്ലെങ്കിൽ ക്രക്സ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന തീമാണ്. നമുക്കറിയാം വാട്ട് ഈസ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി മീൻസ് ദിസ്, ടു ബി ഓർ നോട്ട് ടു ബി, അല്ലെ? ഷേക്സ്പിയർ ഹാംലെറ്റിലൊക്കെ പറയുന്നത് പോലെ, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ആക്ട് 3 സീൻ ഫസ്റ്റ് നന്നറി സീനിൽ നമുക്കിത് കാണാം. തന്റെ മുന്നിൽ തന്റെ അച്ഛനെ കൊന്ന പ്രതിപുരുഷൻ നിൽക്കുമ്പോഴും അദ്ദേഹത്തെ വധിക്കാൻ പ്രിൻസ് ഹാംലെറ്റിന് സാധിക്കുന്നില്ല. അൺസർട്ടനിറ്റി ആയിരുന്നു, കൺഫ്യൂഷൻ ആയിരുന്നു, ബിഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ആങ്സൈറ്റി ആയിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഇനി എന്ത് ചെയ്യും? സോ ആങ്സൈറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പായി ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു 3-4 പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, ലൈഫ് വിൽ ത്രോ യു ഓഫ് ബാലൻസ്. നമ്മൾ ആശ്വസിപ്പിക്കുകയല്ല ഡാൻ ത്രോൺ ചെയ്യുന്നത്, ജീവിതം നിങ്ങളെ ഓഫ് ബാലൻസ് ആക്കി മാറ്റും. എത്ര വലിയ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ ഡിഗ്രികൾ ഉണ്ടെങ്കിലും, എത്രമാത്രം പണം സമ്പാദിച്ചാലും, എത്ര വില കൂടിയ ആഭരണങ്ങൾ ഇട്ടാലും, കണ്ണെത്താ ദൂരത്തോളം സ്വത്തുകൾ ഉണ്ടായാലും, ജീവിതം നമ്മളെ ഓഫ് ബാലൻസ് ആക്കി മാറ്റുമെന്ന് ഡാൻ ത്രൂമൻ ഓർമ്മപ്പെടുത്തുന്നു. സോ എംബ്രേസ് അൺസർട്ടനിറ്റി ആൻഡ് ക്രിയേറ്റ് എ ലൈഫ് യു ലിവ്. അതുകൊണ്ട് തന്നെ ആ എംബ്രേസ് ഈ അൺസർട്ടനിറ്റിയെ, അൺസർട്ടനിറ്റി വരുമ്പോഴത്തേക്ക് അത് ഓടി ഒളിക്കാതെ എംബ്രേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ ആലിംഗനം ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് പോവുക. യു വിൽ നെവർ അച്ചീവ് ബാലൻസ്, സോ ഇൻസ്റ്റെഡ് ലിവ് ഓഫ് ബാലൻസ്. ഒരിക്കലും ഒരു ബാലൻസ് നമുക്ക് കിട്ടണമെന്നില്ല ജീവിതത്തിൽ. അതുകൊണ്ട് ലിവ് ഓഫ് ബാലൻസ്. ഓഫ് ബാലൻസ് ആയി, ഓൺ പർപ്പസ് ആയി എങ്ങനെ ജീവിക്കാമെന്നാണ് ഡാൻ ത്രൂമൻ ഓർമ്മപ്പെടുത്തുന്നത്. ഈ പൊരുൾ നമ്മൾ അറിഞ്ഞാൽ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലെയും അത് ജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. സോ ദീസ് ആർ ദ ടിപ്സ് ഫ്രം ദിസ് ബുക്ക്. Whenever you get an opportunity, definitely go through this book. It's available in online stores. So let's move ahead. Uncertainty എപ്പോഴും നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ ആണ് വെക്കുക. The one is anxiety, the second one is curiosity. Am I right? ഈ കോവിഡ് വന്ന സമയത്ത് കഴിഞ്ഞ മാർച്ചിൽ, കഴിഞ്ഞ ഏപ്രിൽ ഒക്കെ എന്തായിരുന്നു അവസ്ഥ? ആങ്സൈറ്റി ഉണ്ടായിരുന്നു നമുക്ക് ഫുള്ള്. ഇനി എന്ത് ചെയ്യും? നമുക്ക് പിടിപെടുമോ? അതേസമയം ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കുറച്ച്. പക്ഷെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ടെലി കൗൺസിലിംഗ് ചെയ്തു തോന്നുന്നു. ടെലി കൗൺസിലിംഗ് ചെയ്ത ആൾക്കാർക്ക് ആ വലതു ഭാഗത്തൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല, ക്യൂരിയോസിറ്റി. എന്റെയൊക്കെ ഓഫീസിൽ വന്നിട്ട് പബ്ലിക്കുമായിട്ട് നേരിട്ട് ഇടപെടുന്ന ഒരു ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ചില ആൾക്കാർ പറയുന്നുണ്ട്, എന്തിനാണ് സാറേ മാസ്ക് വെക്കുന്നത്, ഞങ്ങൾ എല്ലാവരെയും ബാധിച്ചിട്ട് ഇത് പോവും. അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് അവരുടെയൊക്കെ മനസ്സിൽ ആങ്സൈറ്റി മാത്രമേ ഉള്ളൂ. എല്ലാവരും കഴിഞ്ഞ് കഥ അവസാനിപ്പിച്ച് പുസ്തകം മടക്കി പോവാം എന്നുള്ള മനസ്സ് അവരുടെ ആ ഒരു രീതിയിലേക്ക് അവരുടെ മനസ്സ് എത്തിച്ചു എന്നുള്ളതാണ് കാര്യം. സോ റിമെമ്പർ ആങ്സൈറ്റി ആൻഡ് ക്യൂരിയോസിറ്റി. ഈ വെൻരേഖത്തിൽ ഏതാണ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നോക്കാം. ഹൗ ഡു യു റെസ്പോണ്ട്? പ്രോബ്ലംസ്, ആങ്സൈറ്റി, ഇതൊക്കെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. ഓപ്പർച്യൂണിറ്റി, ക്യൂരിയോസിറ്റി. നോക്കൂ, ആങ്സൈറ്റിയെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലെ പ്രോബ്ലം മാത്രമേ കാണൂ. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിലാണ് നിങ്ങൾ ആ വിഷമവൃത്തത്തിലെ ഓപ്പർച്യൂണിറ്റി, അവസരത്തെ കാണാൻ വേണ്ടി കഴിയുക. അപ്പോഴാണ് ഡാൻ ത്രൂമൻ പറയുന്നത്, ഇഫ് യു വാണ്ട് ടു എംബ്രേസ് അൺസർട്ടനിറ്റി, ഇഫ് യു വാണ്ട് ടു എംബ്രേസ് ഓഫ് ബാലൻസ്, യു ഷുഡ് എൻറിച്ച് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിലൂടെ അവസരങ്ങളെ കാണാൻ പഠിക്കണം. ഇതിന്റെ വരുന്ന സ്ലൈഡുകളിൽ ഞാൻ പറയും എങ്ങനെയാണ് ഒരു ദുരന്തത്തിൽ നിന്ന് അവസരങ്ങൾ രൂപപ്പെടുക എന്ന്. പ്രിയമുള്ള കുട്ടികളെ, ഒരു പുതിയ ബാച്ച്, ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാണ് നിങ്ങളൊക്കെ. ഫ്രഷേഴ്സ് ആണ്. ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ടാവാം. പക്ഷെ അതിന്റെ ഇടയിൽ ബി ക്യൂരിയസ്. ഈ സബ്ജക്റ്റിന്റെ അനന്ത സാധ്യതകളെ കണ്ടെത്താൻ പറ്റണം. അപ്പോഴാണ് ജീൻ മാപ്പിങ്ങിനെ കുറിച്ചും DNA പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ചും, അല്ലെ, എത്രയെത്ര പഠനങ്ങളാണ് നിങ്ങളുടെ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര പഠനങ്ങൾ. ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, മേക്കിംഗ് ഓഫ് എ സൂപ്പർ ഹ്യൂമൻ.
ആ പുസ്തകത്തിൽ പറയുന്നത് മൊത്തം നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2019 നൊബൽ പ്രൈസ് കിട്ടിയ ഐ തിങ്ക് ഇറ്റ്സ് എ മോളിക്കുലർ ബയോളജിസ്റ്റ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നുണ്ട്. അല്പം ഫാന്റസി ആയി നമുക്ക് തോന്നാം. 1000 വർഷം വരെ ജീവിക്കുന്ന കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ജനിതക ഘടനയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്റ്റെം സെല്ലിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ, നമ്മുടെ പ്രായമൊക്കെ കുറച്ചുകൊണ്ട് നമുക്ക് ഒരു സൂപ്പർ ഹ്യൂമൻ ആവാമെന്ന് പറയുന്ന ഒരു പുസ്തകം. അത്രയേറെ ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ പഠിക്കുന്ന പാഠങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോവുക അല്ല, ബി എ സ്റ്റാർ, ബി എ സൂപ്പർ സ്റ്റാർ, ബി എ സൂപ്പർ ഹ്യൂമൻ. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെഷൻസ് നമുക്ക് തരുന്നത്. സോ just find out the curiosity and maintain the curiosity and understand the opportunities. Let us move ahead. ഇവിടെ പറയാൻ വിട്ട ഒരു കാര്യം കൂടിയുണ്ട്. ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർക്ക് ഈ പ്രോബ്ലം ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാരോട് സംസാരിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം. സുഖമാണോടോ? എന്ത് സുഖം, ലോൺ അടക്കാനുണ്ട്, രാവിലെ 10 മണിയാകുമ്പോൾ ഓഫീസിലെത്തണം, വണ്ടിക്ക് എണ്ണ അടിക്കണം, കുട്ടിയുടെ പഠിപ്പ്, പ്രാരാബ്ദം തന്നെ. പ്രോബ്ലം മാത്രമേ അവർ പറയൂ. ഈ പ്രോബ്ലം പറയാതെ അവർക്കൊരു ജീവിതമേ ഇല്ല. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവർ അതിൽ ആകെ, നമുക്കൊരു വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് വിളിക്കാം. വെറ്റ് ബ്ലാങ്കറ്റ്. രാവിലെ പോയി അത്രക്കാരുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ, നനഞ്ഞ കംപ്ലീറ്റ് എടുത്തിരുന്നത് എന്ത് പറ്റും? ഞാൻ എടുത്തിരുന്ന എന്റെ പാൻറ്റൊക്കെ നനയും. റൈറ്റ്? ഇതേപോലത്തെ ആൾക്കാരുണ്ട്, വെറ്റ് ബ്ലാങ്കറ്റ്. അരമണിക്കൂർ സംസാരിച്ചാൽ മതി, നമ്മളാകെ സെന്റി ആയിട്ടുണ്ടാവും. അവരെന്താ ചെയ്യുന്നത്? അവർ പ്രോബ്ലത്തിൽ നിന്ന് ആനന്ദം കണ്ടെത്തിയ. നമ്മുടെ നസറുദ്ദീൻ മുല്ലേന്റെ ഒരു കഥയുണ്ട്. നസറുദ്ദീൻ മുല്ല പിന്നെ ഒരു ഷൂ വാങ്ങുകയാണ്. കാലിൽ ചേരുന്ന ഷൂ അല്ല അദ്ദേഹം എടുത്തത്, 2 ഇഞ്ച് കുറവാണ്. അതുകൊണ്ട് അത് ഇടണമെങ്കിൽ, രാവിലെ ഇടണമെങ്കിൽ എണ്ണയൊക്കെ ഇട്ടിട്ടാണ് അത് കാലിന്റെ അകത്തേക്ക് ഇടുക. കഷ്ടപ്പെട്ട് നടന്ന് അവസാനം ഈ കാലിന്റെ അടിഭാഗമൊക്കെ പൊട്ടി വേദന സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുക. ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, അല്ല മുല്ലേ, താങ്കൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്നത്? താങ്കൾ വേറൊരു ഷൂ വാങ്ങിയ പോരെ? അപ്പൊ മുല്ല പറയാണ്, അല്ല സുഹൃത്തെ, നടക്കുമ്പോ എനിക്ക് വേദനയൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടിൽ വൈകുന്നേരം എത്തിയിട്ട് ഇത് ഊരുമ്പോ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ടാവുക. ആ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷൂ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഈ മുല്ലയുടെ ഈ അവസ്ഥയാണ് നമ്മൾ പലരും. നമുക്ക് ഈ പ്രോബ്ലം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സോ ഫ്രണ്ട്സ്, അങ്ങനെ ജീവിച്ചു പോയാൽ നമുക്ക് ഒരിക്കലും ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും. സോ know your why and live off balance on purpose. നമ്മുടെ വൈ എന്താണ്? വൈ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വൈ എന്ന് പറയുന്നതാണ് why are you here, what is your purpose. ഇതൊരു ലൈവ് സെഷൻ ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയിലൊക്കെ മൈക്കും കൊണ്ട് വന്നിട്ട് പറയിപ്പിക്കുമായിരുന്നു, why are you here. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ചോദിക്കാനേ പറ്റൂ. ഇതറിയാമെങ്കിൽ, ഇതിന് കൃത്യമായ ഉത്തരം അറിയുമെങ്കിൽ ഞാൻ പറയും യുവർ ഓൺ പർപ്പസ്. എത്രമാത്രം ഓഫ് ബാലൻസ് ആയ സാഹചര്യങ്ങൾ വന്നാലും യുവർ ഓൺ പർപ്പസ്. വൈ ആർ യു ഹിയർ? എന്തിനാണ് താങ്കൾ ഇവിടെ? വൈ ആർ യു ഹിയർ എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഇവിടെ? ആൻഡ് വാട്ട് ഈസ് യുവർ പർപ്പസ്? ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടോ? എനിബഡി? ആർക്കൊന്നും പറയാനില്ല. ആർക്കൊന്നും പറയാനില്ല അല്ലേ? പറയൂ. വീഡിയോ ഒക്കെ ഓൺ ആണെന്ന് തോന്നുന്നു അല്ലേ? എനിക്കൊരാരും കാണാനൊന്നും പറ്റുന്നില്ല. സാറൊന്ന് മോണിറ്റർ ചെയ്താൽ മതി. ഹലോ, നിങ്ങളുടെ ആരുടെ കേൾക്കുന്നില്ല. ടീച്ചറേയും മോശയും മാത്രമേ കാണൂ. ഹലോ സർ. വിപിൻ പറയൂ. ഓക്കെ, വിപിൻ. വിപിൻ ചോദിക്കൂ. ഹലോ. ഒന്നും കേൾക്കുന്നില്ല.
ഉത്തരവില്ല എന്ന് പറയാൻ വന്ന്. ഏ? എന്താ വിപിൻ ചോദിച്ചേ? സാർ അതിന് ഉത്തരം ഉണ്ടോന്നല്ല ചോദിച്ചു. ഉത്തരം ഉണ്ടോ എന്നോടാണ് ചോദിച്ചത്. ഓക്കെ വിപിൻ, അതിന് ഉത്തരം ഓക്കെ. ഇല്ലെന്നാണോ ഇവൻ പറയുന്നത്? ആ, ഞാൻ എന്തിനാണെന്നും അതിന് ഉത്തരം ഇല്ലെന്നാണ് വിപിൻ ഗർഭസ്ഥമാണെന്നും. പറയുന്നത്. ഓക്കെ. അതെ, ഓക്കെ. പക്ഷെ നമുക്ക് അതിന് ഉത്തരം കണ്ടെത്തണം. അതിന് ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. ഉത്തരം കണ്ടെത്തിയേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. വൈ ആർ യു ഹിയർ? ഇപ്പം ഞാൻ കഥ പറയാം, അതാകുമ്പോൾ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഉത്തരം ഉണ്ടോ എന്നുള്ളത്. ശരി. ഒരിക്കലൊരു വീട്ടമ്മ ഒരു തത്തയെ വാങ്ങുകയാണ്. നമുക്കറിയാം തത്തയെ വീട്ടിൽ വാങ്ങുന്നത് എന്തിനാണ്? തത്ത കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, കൂട്ടിലടച്ചിടാം അല്ലേ. പിന്നെ ഏറ്റവും വലിയ എന്റെ ട്രേറ്റ് എന്ന് പറയുന്നത് തത്തമ്മ സംസാരിക്കും. അങ്ങനെ തത്തയെ കൊണ്ടുവന്നു, വലിയ പൈസ കൊടുത്തിട്ടാണ് തത്തയെ വാങ്ങിയത്. തത്ത പക്ഷെ വീട്ടിലെത്തിയിട്ട് കൂട്ടിലിട്ട ശേഷം ഒന്നും സംസാരിക്കുന്നില്ല. തത്തമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ ഈ വീട്ടുടമ എന്ത് ചെയ്തു? തത്തയെ വാങ്ങിയ ആളുടെ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അതിന്റെ അകത്തൊരു കണ്ണാടി വെക്കൂ, സംസാരിക്കും. അങ്ങനെ ഒരാഴ്ച കണ്ണാടി വെച്ച് നോക്കി, നടന്നില്ല. പിന്നെ ഒരു ചെറിയ ഗോവണി, ഒരു ചെറിയ ഏണി ഉണ്ടാക്കി നോക്കും, അതിന്റെ മുകളിൽ അത് കയറും ഇറങ്ങും. പക്ഷെ സമയം അങ്ങനെ കളയും, അത് സംസാരിക്കും, നടന്നില്ല. അങ്ങനെ ഓരോന്നായി കുഞ്ഞു കുഞ്ഞു വസ്തുക്കൾ അതിന്റെ അകത്ത് കൊണ്ടുപോകാനൊക്കെ ഉടമ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. വേറെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ വീട്ടമ്മ ഓക്ഷാകുലിയായി ഈ കടയുടമയുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ തത്ത ഇന്നലെ മരിച്ചുപോയി, താങ്കൾ പറഞ്ഞതുപോലൊക്കെ ഞാൻ ചെയ്തു. അപ്പോ ആ ഉടമ ചോദിച്ചു, അതെന്തെങ്കിലും സംസാരിച്ചിരുന്നു? അപ്പൊ ആ വീട്ടുടമ പറയാണ്, ഇന്ന് സംസാരിച്ചു, എനിക്ക് തിന്നു തരാൻ വല്ലതും ഉണ്ടോ, ആ കടയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ എന്ന് തത്തമ്മ ചോദിച്ചു. പ്രിയമുള്ളവരെ, തത്തയെ സംസാരിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ആ വീട്ടുടമ. അതിന് ഭക്ഷണം പോലും കൊടുക്കാൻ അവർക്ക് നേരം ഉണ്ടായിരുന്നില്ല. തത്ത ചോദിച്ചു, താങ്കൾക്ക് ഓവണി കൊണ്ടുവരുന്നുണ്ട്, പിന്നെ മിറർ കൊണ്ടുവരുന്നുണ്ട്, മറ്റു പല സാധനങ്ങൾ കൊണ്ടുവന്ന് എന്റെ കൂടിനകത്ത് വെക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടത് എന്താണ് താങ്കൾ ഒരിക്കൽ പോലും തിരക്കിയില്ലല്ലോ. എനിക്ക് അല്പം ഭക്ഷണം തരാൻ ആ കടയുടമ പറഞ്ഞു എന്നാണ് ആ തത്ത അവസാനം ചോദിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടി അതും ഇതും ഒക്കെ വാങ്ങിക്കൂട്ടുന്നതിനിടയിൽ അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് അന്വേഷിച്ചറിയാൻ നമുക്ക് പറ്റണം. അത് പറ്റുമ്പോഴേ അധ്യയനമായാലും ദാമ്പത്യമായാലും പ്രണയമായാലും എല്ലാം സുഖകരമാവും. സോ വൈ ആർ യു ഹിയർ? എന്തുകൊണ്ടാണ് താങ്കൾ ഇവിടെ? നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് യുവർ പർപ്പസ്? നമുക്ക് പ്രിയപ്പെട്ട തത്തകളൊക്കെ ചത്തുമാറുന്നത് പലപ്പോഴും ഇതുകൊണ്ടാണ്. തത്തകൾക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപരൻ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മാത്രമേ ജീവിതത്തിന്റെ ആനന്ദം നുകരാൻ പറ്റൂ. അല്ല ഞാനാണ് ശരി എന്ന് മാത്രം പറഞ്ഞ് ഞാൻ പറയുന്നത് പോലെ നടക്കുമെന്ന് നമ്മൾ വാശി പിടിച്ച് ചിലപ്പോ വിജയിക്കണമെന്നില്ല. സോ വൈ ആർ യു ഹിയർ? എന്താണ് നിങ്ങളെന്ന തത്തയ്ക്ക് വേണ്ടത്? The next question is what is your purpose? PGക്ക് പഠിച്ച ഓ ഹെൻറിയുടെ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ലാസ്റ്റ് ലീഫിൽ ഒരു വൃദ്ധയായ ഒരു ചിത്രകാരി, അവര് ആശുപത്രി കിടക്കുകയാണ്. ആശുപത്രി കിടന്നിട്ട് മരണത്തോട് ഇങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ട് കിടക്കുകയാണ്. പക്ഷെ അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്, അവർ ജനലിലൂടെ നോക്കുമ്പോൾ പുറത്തൊരു മരത്തിൽ ഒരു ആൽമരത്തിൽ ഇലകളുണ്ട്. ആ ഇലകൾ ഓരോന്നോരോന്നായി പൊഴിഞ്ഞു വീഴുന്നത് ആ സ്ത്രീ കാണുന്നുണ്ട്. അവർ മനസ്സിൽ വെച്ചിരിക്കുന്ന വിശ്വാസം എന്തെന്ന് പറഞ്ഞാൽ, ഈ മരത്തിലെ അവസാനത്തിലെയും പൊഴിഞ്ഞു വീഴുമ്പോൾ ഞാൻ മരിക്കും. അങ്ങനെ ഒരു വേനൽക്കാലത്ത് എല്ലാ ഇലയും കൊഴിഞ്ഞു വീഴുന്നു, അവസാനത്തെ ഇലയും കൊഴിഞ്ഞു വീഴുമ്പോൾ ഇവർ മരിക്കുമെന്ന് ഇവർക്കറിയാം. അങ്ങനെ ഇവരെ കാണാനെത്തിയ ഒരു ചിത്രകാരൻ എന്ത് ചെയ്യുമെന്നറിയോ? അത് അവർക്ക് വേണ്ടി ഒരു ജീവസുറ്റ ഇല ആ മരത്തിൽ വരയ്ക്കുകയാണ്. എല്ലാ ഇലയും വീണിട്ടും ആ ഇല മാത്രം അവിടെ കിടക്കുകയാണ്. ആ ഇലയുടെ ചിത്രമാണ് ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ദ ലാസ്റ്റ് ലീഫ്.
പ്രിയമുള്ളവരെ, പ്രതീക്ഷയുള്ളവരാകൂ. നിങ്ങളിൽ കുറെ പേർക്ക് പ്രതീക്ഷയുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇത്തവണ ഞാൻ മാറ്റി പറയുന്നു. പോസ്റ്റ് കോവിഡ് ലൈഫിൽ നമുക്ക് വേണ്ടത് പ്രതീക്ഷ മാത്രമല്ല, അവരെന്റെ പ്രതീക്ഷയാവാനും നമുക്ക് പറ്റണം. നമ്മളെ വിശ്വസിച്ച് ഇവിടെ അയച്ച നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ അധ്യാപകരുടെ, നമ്മുടെ കുഞ്ഞുമക്കളുടെ, നമ്മുടെ കൂട്ടുകാരുടെ, നാട്ടുകാരുടെ ഒക്കെ പ്രതീക്ഷയായി മാറാൻ, അവരെന്റെ പ്രതീക്ഷയായി മാറുമ്പോഴാണ് ഞാനും നിങ്ങളൊക്കെ മനുഷ്യരാവുന്നത്. Am I right? So this is your purpose. മോളിക്യുലർ ബയോളജി പഠിക്കുന്നു നമ്മൾ. ഓക്കെ, അവരെന്റെ പ്രതീക്ഷയാകണം എന്നൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിൽ അഗാധമായി പഠിക്കും. നിങ്ങൾ ഈ വിഷയത്തിൽ പുതിയ സാധ്യതകളെ കണ്ടെത്തും. നിങ്ങൾ ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യും. നിങ്ങളിലൂടെ പുതിയൊരു അറിവ് സമൂഹത്തിലേക്ക് എത്തും. ബിബിൻ, am I right? Yes, sir. എന്തുകൊണ്ട് അത്ര സുദീർഘമായി നമുക്ക് ചിന്തിച്ചുകൂടാ? ഈ സബ്ജക്റ്റിലാണ് കൂടുതലും ഇപ്പോൾ നൊബൽ സമ്മാനമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. Think big. Let us move ahead. Okay? So, be purposeful in life. Great people find the opportunity in difficulty, and ordinary people find the difficulty in opportunity. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ഗ്രേറ്റും ഓർഡിനറിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ഗ്രേറ്റ് ആണോ ഓർഡിനറി ആണോ എന്നുള്ളത് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഓരോ ദുരിതത്തിലും അവസരത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ. ഒരു ഔട്ട്കം ഓഫ് ക്രൈസിസ് എന്ന് പറയുന്ന ഇതാണ്. ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇവന്റ് പ്ലസ് റെസ്പോൺസ് ആണ് അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ നിപ ആയാലും പ്രളയമായാലും കോവിഡ് ആയാലും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ആ ഇവന്റിനോട് പ്രതികരിച്ചത്, അതാണ് അതിന്റെ ഔട്ട്കം. അതുകൊണ്ട് തന്നെ ഇത് വാലിഡ് ആണ്, യുണീക്ക് ആണ്. ഓരോ വ്യക്തിയും വ്യത്യസ്തമായിട്ടായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക. സോ ഇറ്റ്സ് ക്വൈറ്റ് ഇൻഡിവിജ്വൽ. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത്. ഓഫ് ബാലൻസ് ആയാലും ഓൺ പർപ്പസ് ആയി നമ്മുടെ മനസ്സിനെ നിർത്താൻ പറ്റിയാൽ നമുക്ക് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി, റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു ക്രൈസിസ് വരുമ്പോൾ 6 സ്റ്റേജസ് ഉണ്ടാവും. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. നമ്മൾ ഈ സ്റ്റേജിലൂടെ കടന്നു പോയവരായിരിക്കാം. ഏത് ക്രൈസിസും ആയിക്കോട്ടെ. ഫസ്റ്റ് നമ്മൾ പറയും എന്നെ ബാധിക്കുന്ന റൈറ്റ് കോവിഡോ അതൊക്കെ ചൈനയിൽ നമ്മളെയൊന്നും ബാധിക്കുന്ന പ്രശ്നമേ അല്ല. രണ്ടാമത് നമ്മൾ പറയും ബ്ലെയിമിങ് ഗെയിം. ഇവിടുന്ന് കുറെ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോയത് കൊണ്ടല്ലേ ഇവിടെ വന്നത്. ആദ്യം തന്നെ എയർപോർട്ട് ബ്ലോക്ക് ചെയ്യാമായിരുന്നില്ലേ? ഇത്രമാത്രം ട്രെയിനുകൾ ആ സമയത്ത് എന്തിനാണ് വിളിച്ചത്? നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, ബ്ലെയിം ചെയ്യുന്നിടത്തും. തേർഡ് സ്റ്റേജ് ഈസ് ഇന്റൻസീവ് സ്റ്റേജ്. കാര്യങ്ങൾ കൈവിട്ടു പോകും. വളരെ ഇന്റൻസീവായി അത് പെരും. ആ സമയത്താണ് ലീഡേഴ്സ് ആക്ഷൻ, അല്ലെ? അവിടെയാണ് ലീഡർഷിപ്പ് കാണിച്ചുകൊണ്ട് പുതിയ ആൾക്കാർ ഉയർന്നു വരിക. ചിലപ്പോൾ ഭരണാധികാരികളാകാം, സാമൂഹ്യ നേതാക്കളാവാം, നമ്മളിൽ ഒരാളാവാം. ലീഡേഴ്സ് ഇൻ ആക്ഷൻ. The fifth stage is overcoming stage. Overcoming സ്റ്റേജിലേക്ക് എത്തും. The last stage is blaming or learning. അവസാനത്തെ സ്റ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നമ്മൾ കോവിഡിന്റെ ഓവർകമ്മിങ് സ്റ്റേജിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം. പക്ഷെ അവസാനത്തെ സ്റ്റേജ് ഇവിടെ ബാക്കിയാണ്, ബ്ലെയിമിങ് ഓർ ലേണിംഗ്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ആ ദുരിതം നമ്മളെ വിട്ടകലും. പക്ഷെ അതിൽ നിന്ന് പിന്നെയും നമ്മൾ കുറ്റപ്പെടുത്തും. ഇത് ആ സർക്കാർ ഭരിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്, അല്ലെ? ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതിന് പകരം ഇതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയായി നമുക്ക് എടുക്കുമ്പോഴാണ് ഭാവിയിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുക. സോ ഇഫ് യു വാണ്ട് ടു ഓഫ് ബാലൻസ് ആൻഡ് ഓൺ പർപ്പസ്, ഓഫ് ബാലൻസ് ഓൺ പർപ്പസ് ആയി ജീവിക്കണമെങ്കിൽ ഇതിനൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കി നമുക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് മാറേണ്ടത്? ഒരു ദുരന്തത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണമെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ മാറണമെന്ന് ഡാൻ ത്രൂമോൺ പറയും. ഇല്ലാത്തടത്തോളം പഠിക്കാൻ പറ്റില്ല. എത്ര തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങളൊക്കെ ഉണ്ടാവും. ടൈപ്പ് 1, എ പേഴ്സൺ ഹു കനോട്ട് സീ ദ ഗുഡ് അറ്റ് ആൾ. ഒരു നന്മയും കാണാത്ത ആൾ. ഓക്കെ. ടൈപ്പ് 2, എ പേഴ്സൺ ഹു സീസ് ദ ഗുഡ് ആൻഡ് ബാഡ് ബട്ട് ചൂസസ് ടു നെഗ്ലക്ട് ഗുഡ്. രണ്ടാമത് ചില ആൾക്കാരുണ്ട്, അവരെന്ത് കാണും? നല്ലതും കാണും, മോശവും കാണും, പക്ഷേ ചൂസസ് ടു നെഗ്ലക്ട് ഗുഡ്. നല്ലത് അവർ ചിലപ്പോൾ എടുക്കൂല, അവര് മോശത്തിന്റെ കൂടെ തന്നെ പോകും. മൂന്നാമത്തത്, എ പേഴ്സൺ ഹു സീസ് ബോത്ത് ഗുഡ് ആൻഡ് ബാഡ്
ആൻഡ് ഈസ് ന്യൂട്രൽ ടു ബോത്ത്. രണ്ടും കാണും, നല്ലതും കാണും മോശവും കാണും, പക്ഷെ അവർ ന്യൂട്രൽ ആയിരിക്കും. ഒരു പ്രതികരണക്ഷമതയെ അവർ കാണിക്കില്ല. ന്യൂട്രലായി നല്ലത് കണ്ടാൽ നല്ലത് പറയാനും മോശം കണ്ടാൽ മോശം പറയാനും അവർക്ക് പറ്റില്ല. നാലാമത്തെ വിഭാഗമുണ്ട്, എ പേഴ്സൺ ഹു സീസ് ഗുഡ് ആൻഡ് ബാഡ് ബട്ട് കോൺഷ്യസ്ലി ചൂസസ് ടു നെഗ്ലെക്ട് ദ ബാഡ്. നല്ലതും കാണും മോശവും കാണും, പക്ഷെ വളരെ മനഃപൂർവ്വം അവർ എന്ത് ചെയ്യും? നെഗ്ലെക്ട് ദ ബാഡ്. ബാഡിനെ അവർ അവഗണിച്ചുകൊണ്ടേയിരിക്കും. Type 5, a person who cannot see the good, bad at all. He sees slices the good. അവിടെ എന്താ സംഭവിക്കുന്നത്? ബാഡ് കാണുകയില്ല, നല്ലത് മാത്രമേ കാണൂ. ഈ അവസാന ഗണത്തിൽപ്പെട്ടവർ കുറച്ച് കുറവായിരിക്കും നമ്മുടെ ഇടയിൽ, അല്ലെ? നമ്മൾ എന്താ സാഹചര്യം ജീവിക്കുമ്പോൾ ഇത് ഏറ്റവും സ്യൂട്ടായി വരുന്ന ഏതാണ്? എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ കൂടുതൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്ന ടൈപ്പ് 4 ആണ്. നമ്മൾ ജീവിക്കുന്ന നല്ലതുമുണ്ട് മോശവുമുണ്ട്, നന്മയുണ്ട് തിന്മയുണ്ട്, പക്ഷെ വി ഹാവ് കോൺഷ്യസ്ലി ചൂസ് ടു നെഗ്ലെക്ട് ബാഡ്. ബാഡിനെ മനഃപൂർവ്വം നെഗ്ലെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ നമ്മുടെ പെർസെപ്ഷനിൽ ചേഞ്ച് വരുമെന്ന് ഡാൻ ട്രൂമാൻ ഓർമ്മപ്പെടുത്തുന്നു. അഞ്ചാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ സെൽഫ് ആക്ച്വലൈസേഷന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ടൈപ്പ് 5 നമ്മൾ എത്തുന്നത്. നല്ലത് മാത്രം കാണുന്നത്. നല്ലതും മോശവും കണ്ടാൽ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ നമുക്ക് പാകപ്പെടുത്തിയെടുക്കാം. ലെറ്റ് us move ahead. Lessons from COVID-19. എന്തിനാണ് ഇത് എന്ന് ചോദിച്ചാൽ, നാളെ പോസ്റ്റ് കോവിഡ് ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ ചാലഞ്ചിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ you must know what are the lessons you learn. The first one is be flexible. Be flexible. അല്ലെ? നമ്മുടെ തറയിൽ വെള്ളം ഒഴിച്ചാൽ അത് എന്താ പറയണ്ട, താഴ്ന്ന സ്ഥലത്തേക്ക് ആ വെള്ളം ഒലിച്ചിറങ്ങും. ആ വെള്ളം കെട്ടിക്കിടന്നാൽ അതിൽ കൊതുക് മുട്ടയിടും, ആ വെള്ളത്തിൽ അണുക്കൾ ഉണ്ടാകും, അല്ലെ? കെട്ടിക്കിടക്കുന്ന വെള്ളമാകാതെ ഒഴുകുന്ന അരുവികളായി നമുക്ക് മാറാം. ബി ഫ്ലെക്സിബിൾ. ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും പൊരുത്തപ്പെടാൻ ഉള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം. ഇതാണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. ഇത് നേടിയെടുക്കാത്തത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു ആ MBBS കാരന് ഇന്നലെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. വിരക്തി തോന്നുന്നത് ഫ്ലെക്സിബിൾ അല്ലാത്തത് കൊണ്ടാണ്. ഡിയർ ഫ്രണ്ട്സ്, എവരി സെറ്റ് ബാക്ക് ഈസ് എ സെറ്റപ്പ് ഫോർ കം ബാക്ക് എന്ന് പറയും. എവരി സെറ്റ് ബാക്ക് ഈസ് എ സെറ്റപ്പ് ഫോർ കം ബാക്ക്. അങ്ങനെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റണമെങ്കിൽ ബി ഫ്ലെക്സിബിൾ ഇൻ ലൈഫ്. അഡാപ്റ്റേഷൻ ഇസ് ദ കീ. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ, അല്ലെ? അതുമായി നമ്മളെ മെരുക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. അഡാപ്റ്റേഷൻ ഇസ് ദ കീ. സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്. ചാൾസ് ഡാർവിൻ പറഞ്ഞിരുന്നു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. പക്ഷെ ഇന്ന് കോവിഡ് നമ്മളോട് പറയാണ് ആ കാലം കഴിഞ്ഞു. സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്. ഏറ്റവും പെട്ടെന്ന് മാറുന്നവൻ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യും. കാലത്തിനൊത്ത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഇനി വരുന്ന തലമുറ അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഫൈനലി ഇറ്റ്സ് എൻ ഈഗോ സ്ലാപ്പ് ബൈ നാച്ചർ. പ്രകൃതിയിൽ നിന്ന് നമ്മുടെ മുഖത്ത് കിട്ടിയ, നമ്മുടെ ഈഗോക്ക് കിട്ടിയ ഒരു അടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയെ പുതിയ ഭാവത്തിൽ ആരാധിക്കുവാൻ, പുതിയ ഭാവത്തിൽ പ്രൊട്ടക്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. സോ നമ്മുടെ എന്താ പറയണ്ടേ, ആദ്യം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഇൻസൈഡ് ദ ബോക്സിൽ സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. ആ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ. സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്. എങ്ങനെ സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റിലേക്ക് നമുക്ക് ഉയരാമെന്ന് നമ്മൾ ഇനി നോക്കും. പോസ്റ്റ് കോവിഡ് ലൈഫിൽ നമുക്കറിയാം നമ്മളിപ്പോ ഒരു പ്രത്യേക സബ്ജക്ട് പഠിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഗവൺമെന്റുകൾ നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ തന്നെ ബാക്കി സമയത്ത് കോളേജിന്റെ ഒക്കെ സമയം മാറാൻ പോകുന്നെന്ന് കേട്ടു. സമീപ ഭാവിയിൽ തന്നെ 9 മണി തൊട്ട് 1 മണി വരെയൊക്കെ ആയിരിക്കാം. അതിനുശേഷം ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ടൈം. ആ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിലും അത് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കാണുന്ന പല ജോലികളും അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ്. സർക്കാർ സർവീസിലായാലും പുറത്തായാലും. അടുത്ത തരത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴുള്ള പോവും. ഇനി വരുന്ന ആൾക്കാരൊക്കെ ടെക്നിക്കൽ ആൾക്കാരായിരിക്കും.
പുതിയ സ്കില്ലിനെ എൻഹാൻസ് ചെയ്തതായിരിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡയിൽ നടന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത് എന്തൊക്കെ കമ്പ്യൂട്ടറുകൾ കീഴ്പ്പെടുത്തിയാലും മനുഷ്യർ ചെയ്യുന്നതൊക്കെ കമ്പ്യൂട്ടറുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യാൻ പറ്റാത്ത 2 ഘടകങ്ങളുണ്ട്. വൺ ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്, ദ സെക്കൻഡ് വൺ ഈസ് ക്രിയേറ്റീവ് തിങ്കിങ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ്, യുക്തിപരമായി ചിന്തിക്കാൻ, യുക്തിപരമായി തീരുമാനമെടുക്കാൻ അത് മനുഷ്യർക്കേ പറ്റൂ. നെക്സ്റ്റ് വൺ ഈസ് ക്രിയേറ്റീവ് തിങ്കിങ്. ഓരോ മനുഷ്യന്റെയും ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്തത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവർ പൊതുവെ ലോകത്തിൽ ഇനി വരാൻ പോകുന്ന ഇപ്പോഴുണ്ട് കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ ഞാൻ വെറുതെ പരിചയപ്പെടുത്തുകയാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആർക്കെങ്കിലും സ്കില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ അതും കൂടെ പഠിച്ചു വെക്കുക. നിങ്ങളുടെ അക്കാദമിക് പഠനം കഴിഞ്ഞ് ബാക്കി സമയത്ത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോലികളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇത് ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല, പുറത്തു നിന്നെടുത്താണ്. ഫസ്റ്റ് വൺ ഈസ് ഡാറ്റ എക്സിക്യൂട്ടീവ്സ്. നമുക്കറിയാം ഡാറ്റയിലാണ് ഇപ്പൊ കളിയെല്ലാം. ഇനി വരുന്ന ആളുകളിൽ നമ്മളിപ്പോ ഇതിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എന്റെ ഫോണിൽ ഇപ്പൊ ദീപാവലി വന്നപ്പോൾ ആമസോണിൽ കുറച്ച് സെർച്ച് ചെയ്തു, കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ. പിറ്റേ ദിവസം ഞാൻ ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് ഞാൻ എന്തൊക്കെയാണോ ആമസോണിൽ സെർച്ച് ചെയ്തത് അതിന്റെയൊക്കെ ആഡ് ഫേസ്ബുക്കിൽ വരികയാണ്. അല്ലെ, ഞാൻ നോക്കിയതൊക്കെ അവിടെ കാണുകയാണ്, ഞാൻ നോക്കാൻ ശ്രമിച്ചതൊക്കെ ഫേസ്ബുക്കിൽ വരികയാണ്. ഇത് നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഹൗ ടു ഇന്റർപ്രറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റ എക്സിക്യൂട്ടീവ്സ്. ഡാറ്റയെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ എല്ലാവരും ഡാറ്റയ്ക്ക് പിറകിലാണ്. ഇത്തരത്തിലൊരു ട്രെയിനിങ് പ്രോഗ്രാം പല സ്ഥലത്തും നമ്മൾ പല പ്രോഗ്രാം ഈ അവസരത്തിൽ ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറെ കുട്ടികൾ പങ്കെടുക്കും. ആ കുട്ടികളുടെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ, അതുവഴി നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ, അതുവഴി അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഒക്കെ ആൾക്കാർ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡാറ്റ എക്സിക്യൂട്ടീവായി നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ജോലി സാധ്യത വരികയാണ്. സെക്കൻഡ് വൺ ഈസ് ടെക് കൺസൾട്ടൻസ്. നമുക്കറിയാം വലിയ വലിയ കമ്പനിയിൽ പോവുകയാണെങ്കിൽ ചീഫ് ടെക്നോളജി ഓഫീസർ, സിഇഒ പോലെ തന്നെ CTO ഉണ്ടാവും. വലിയ വലിയ കമ്പനിയിൽ ചീഫ് ടെക്നോളജി ഓഫീസർ അവരായിരിക്കാം ആ വലിയ കമ്പനിയുടെ ടെക്നോളജി മൊത്തം മാനേജ് ചെയ്യുന്നത്. പക്ഷെ ചെറിയ ചെറിയ കടകൾക്ക്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഷോപ്പുകൾക്ക്, മോളുകൾക്കൊക്കെ ടെക് അസിസ്റ്റൻസിന് ഇന്ന് ആവശ്യമുണ്ട്. ടെക് കൺസൾട്ടൻസ് ഓർ ടെക് അസിസ്റ്റൻസ്. അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അവർക്ക് പ്രൊമോട്ട് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ അവർക്ക് എങ്ങനെ പ്രൊമോഷൻ കൊടുക്കാം, ഏതൊക്കെയാണ് പുതിയ സാധ്യതകൾ, എന്താണ് ക്ലൗഡ് പ്ലാറ്റ്ഫോം, എത്ര ആൾക്കാരിലേക്ക്, ഒരു 1000 ആൾക്കാരിലേക്ക് ദിവസം എത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുത്തിട്ട് നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോട് പറഞ്ഞു നോക്കൂ. എല്ലാ ഷോപ്പുകാരും നിങ്ങളെ തേടിയെത്തും. വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി, ടെക് കൺസൾട്ടൻസ്. പിന്നെയാണ് അടുത്ത് വരുന്നത് സൈബർ സെക്യൂരിറ്റി അസിസ്റ്റൻസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് വിലപിടിപ്പുള്ളതൊന്നും നമ്മുടെ ലോക്കറിലില്ല. വീട്ടിലെ അലമാരകളൊക്കെ ശൂന്യമാണ്, ഉള്ളതൊക്കെ ബാങ്കിൽ കൊണ്ടിടും അല്ലെ. പക്ഷെ ഇന്ന് യഥാർത്ഥത്തിൽ വിലപിടിപ്പുള്ളതൊക്കെ ഉള്ളത് ഞാൻ പറയുന്നു നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാണ്. വിലപിടിപ്പുള്ളതൊക്കെ ഉള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിലാണ്, നമ്മുടെ ഡാറ്റ. അതുകൊണ്ടാണ് പലപ്പോഴും ആ ഡാറ്റയെ ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഒരാളോട് ചോദിച്ചാൽ മതി, ഒരു 50 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ MD ആണെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, അവരുടെ ഡാറ്റ ആയിരിക്കും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ ഇങ്ങനെ ഡാറ്റയെ ഹാക്ക് ചെയ്യാനുള്ള ശ്രമം നടക്കുമ്പോഴത്തേക്ക് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റിനെ ഇന്ന് ലോകത്തിന് ആവശ്യമാണ്. ലേൺ ദ സ്കിൽസ് ഓഫ് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്. പഠിച്ചെടുക്കുക, നാളത്തെ ഒരു ജോലി ഓപ്പർച്യൂണിറ്റിയാണ്. ഫ്രീലാൻസ് ക്ലൗഡ് അസിസ്റ്റൻസ് അല്ലെ. ഇന്ന് പണ്ടൊക്കെ നമ്മൾ പറയും ടാലി പഠിക്കണം, അക്കൗണ്ടിങ് പഠിക്കണം, ഫോറിൻ അക്കൗണ്ടൻസി പഠിക്കണം. പക്ഷെ ഇന്ന് കാലം കഴിഞ്ഞു. ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് വിപിനോ എനിക്ക് എന്ത് ചെയ്യാം, ക്ലൗഡ് പ്ലാറ്റ്ഫോമിലൂടെ ഫ്രീലാൻസ് ആയിട്ട് ഇരുന്നിട്ട് ക്ലൗഡ് അക്കൗണ്ടിങ് രൂപപ്പെടുത്തിയെടുക്കാം അല്ലെ. ഒരു കമ്പനിയുടെ മൊത്തം അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നു. അത് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ കമ്പനിയുടെ MD കാണുന്നു. MD ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട്
നമ്മൾ ടാലി ഉപയോഗിക്കാതെ ക്ലൗഡ് പ്ലാറ്റ്ഫോമിലൂടെ എന്ത് ചെയ്യുന്നു, എന്താണ് ചെയ്യുന്നതെന്ന് രണ്ടുപേർക്കും കാണാനും പറ്റും. ക്വിക്ക് ബുക്സിലൂടെ, ക്ലൗഡ് അസിസ്റ്റൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ടിങ് നടത്തും. എല്ലാ ഫേംസിനും അക്കൗണ്ടിങ് വേണം. അക്കൗണ്ടിങ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി വരും. ഫ്രീലാൻസ് ക്ലൗഡ് അസിസ്റ്റൻസ്. നിങ്ങൾ ഒരു ദിവസം ഒരു മോളിന് ചെയ്യുന്നു, രണ്ടാമത്തെ ദിവസം വേറൊരു മോളിന് ചെയ്യുന്നു. ജസ്റ്റ് 2 or 3 hours sitting at your home, sitting at your bedroom. Friends, think different. The next opportunity, remote selling executives. റിമോട്ട് വെക്കുന്ന ആളല്ല, ഞാൻ പറഞ്ഞിരുന്നു ടെലി കൗൺസിലിംഗ്. ഇത് അതിന്റെ വേറൊരു രൂപമാണ്, ടെലി സെയിൽസ്. ഷോപ്പിൽ പോയി ആൾക്കാർ വാങ്ങുന്ന കാലഘട്ടം കുറഞ്ഞു. ടെലി സെയിൽസിലൂടെ, അല്ലെ, ഫോണിലൂടെ അല്ലെങ്കിൽ നെറ്റിലൂടെ നമുക്ക് ചില സൈറ്റ്സിലൊക്കെ കയറുമ്പോൾ നമുക്കറിയാം. ഇതിന്റെ ഇടയിൽ ഞാൻ ലെൻസ് കാർട്ട് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറി. ലെൻസ് കാർട്ട് സ്പെക്സിന്റെ കയറിയ ഉടനെ അതിലത്തെ എക്സിക്യൂട്ടീവ് എന്നോട് സംസാരിക്കുകയാണ്, സെയിൽസ് റെപ്രസെന്റേറ്റീവ്. ഐ ആം സോ ആൻഡ് സോ സർ, വാട്ട് യു വാണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇന്ന ക്ലാസ്. അപ്പൊ പലതരത്തിലുള്ള എന്റെ സംശയങ്ങൾക്കൊക്കെ ടെലി സെയിൽസിലൂടെ അവർ ഉത്തരം പറയുകയാണ്. അവസാനം എനിക്ക് അവർ ഓഫറും തരികയാണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ആ ടെലി സെയിൽസിലൂടെ മാത്രം ഞാൻ ഒരു ബിസിനസ് നടത്തും വീട്ടിലിരുന്നു കൊണ്ട്. സോ റിമോട്ട് സെല്ലിംഗ് എക്സിക്യൂട്ടീവ്സ് ഇവരെന്ത് ചെയ്യും? ദേ ആർ ഗോയിങ് ടു റീപ്ലേസ് ദ എക്സിക്യൂട്ടീവ്സ്. സെയിൽസ് എക്സിക്യൂട്ടീവിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു ജോബ് വിഭാഗമാണ് റിമോട്ട് സെല്ലിംഗ് എക്സിക്യൂട്ടീവ്സ്. വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് ജോലി ചെയ്യാം. ഓരോ സ്ഥലത്തും രാവിലെ പോയി ഇത്ര ആളെ കണ്ടു, ഇത്ര ആളോട് സംസാരിച്ചു. നോ, പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് ഡെലിവറി സർവീസസ്. ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കോവിഡ് സമയത്ത് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങി. നീലേശ്വരത്തിന്റെ കുറിച്ച് സുഹൃത്തുക്കൾ എന്ത് ചെയ്തു, ഒരു വണ്ടിയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ ഞായറാഴ്ചകളിൽ പച്ചക്കറികളുമായിട്ട് എല്ലാ വീടുകളിലെത്തുന്നു, കൊടുക്കുന്നു, അല്ലെ, ഹോം ഡെലിവറി. ഡെലിവറി സർവീസ് വളരെയധികം സ്കോപ്പ് ഉണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു വർഷം നിങ്ങൾ അങ്ങനെ ഡെലിവറി നടത്തുന്നതായിരിക്കാം. ഫുഡ് പ്രോഡക്ട്സ് ആയാലും ഏത് ഐറ്റം ആയാലും. ഓക്കെ, ഡെലിവറി സർവീസസ്. ദ ലാസ്റ്റ് വൺ ഈസ് ഫ്രീലാൻസ് ഫിറ്റ്നസ് കൺസൾട്ടൻസ്. കോവിഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഫിറ്റ്നസിനെ കുറിച്ചുള്ള ധാരണകൾ കുറച്ച് കൂടുന്ന ഒരു ലോകത്താണ് ഇപ്പോൾ, അല്ലെ. പലരും ഫിറ്റ്നസ് കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കുന്നു. വെൽനസ് പ്രോഡക്ട്സും ഫിറ്റ്നസും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ ജിമ്മിലൊക്കെ പോകാൻ എല്ലാവർക്കും നേരം ഉണ്ടാവില്ല. ഇനിയിപ്പോ ജിമ്മിൽ പോയി നമ്മൾ കൃത്യസമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നു, ഓക്കെ, ശരിയാണ്. പക്ഷെ ഫ്രീലാൻസ് ആയിട്ട് ഇരുന്നു കൊണ്ട് ഫിറ്റ്നസ് കൊടുക്കുകയാണ്. ദീസ് ആർ ദ സ്റ്റെപ്സ്, അല്ലെ. ഒരു പ്രത്യേക എന്താ പറയണ്ട, കളരിയുടെ കുറച്ച് മുറകൾ നിങ്ങൾ പഠിച്ചെടുക്കുന്നു. നിങ്ങളത് ഓൺലൈനായിട്ട് വിദേശത്ത് ഒരു ക്ലബിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യു ആർ എ ഫ്രീലാൻസ് ഫിറ്റ്നസ് കൺസൾട്ടൻസ്. വീക്കിലി 2 or 3 days നിങ്ങളുടെ സെഷൻ ഉണ്ടാവും. നിങ്ങൾ ഓരോ മുറകൾ പഠിപ്പിച്ചു കൊടുക്കും. അവർ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കും. അവർക്ക് വേണ്ടുന്ന സജഷൻസ് നിങ്ങൾ കൊടുക്കും. ഇത് ബോക്സിംഗ് ആയാലും ശരി, ഇത് കളരി ആയാലും ശരി, ഇത് യോഗയായാലും ശരി, എനി വർക്കൗട്ട് ഫിറ്റ്നസിന്റെ രൂപം മാറാൻ വേണ്ടി പോവുകയാണ്. ഫ്രീലാൻസ് ഫിറ്റ്നസ് കൺസൾട്ടൻസ്. ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും കണ്ടത് ഓപ്പർച്യൂണിറ്റി, ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന എലമെന്റിന്റെ പുറത്താണ്. ആദ്യം നമ്മൾ പറഞ്ഞു പ്രോബ്ലം, ആങ്സൈറ്റി. ആങ്സൈറ്റിയും പ്രോബ്ലത്തിലും മാത്രം നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തില്ലായിരുന്നു. സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് രത്തൻ ടാറ്റ. All of us don't have equal talent, yet all of us have equal opportunity to develop our talents. എല്ലാവർക്കും ഒരേ ടാലന്റ് ഉണ്ടാവില്ല ലോകത്ത്, പക്ഷെ എല്ലാവർക്കും അവരുടെ ടാലന്റ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ദാറ്റ് ഈസ് അണ്ടർലൈൻഡ്. ആ അവസരത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ടേക്ക് എ യു ടേൺ. ഇപ്പോൾ പോകുന്ന പോലെ പോരാ, ഒരു യു ടേൺ എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. എങ്ങനെ നമുക്ക് യു ടേൺ എടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ദ 5 Ds ടു ടേക്ക് എ യു ടേൺ. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കൊരു യു ടേൺ എടുക്കാൻ പറ്റുക. നമുക്ക് നോക്കാം. The first one is desire. The first one is desire. ഏതൊരാൾക്കും മാറണമെങ്കിൽ ആദ്യം വേണ്ടുന്ന ആഗ്രഹമാണ്. ആഗ്രഹത്തിൽ നിന്ന് മാത്രമേ എല്ലാ സൃഷ്ടികളും ഉണ്ടാവൂ. So desire is the first D. Second one is decision. അല്ലെ, ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ,
യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. സാധാരണ പറയാറുണ്ട്, ഒരു രാജാവിനെ രാജാവാക്കുന്നത് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഒരു ഭരണാധികാരിയെ ഭരണാധികാരിയാക്കുന്നത് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളാണ്. സോ ഡിസിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ദ തേർഡ് വൺ ഈസ് ഡിസിപ്ലിൻ. അത് അച്ചടക്കത്തോടു കൂടി ചെയ്യാൻ പറ്റണം. വെറുതെ ആരംഭശൂലത്വം മാത്രമായി ചെയ്താൽ പോരാ. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, ഡിസിപ്ലിനോടുകൂടി, അച്ചടക്കത്തോടുകൂടി കൺസിസ്റ്റന്റ് ആയി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ദ ലാസ്റ്റ് വൺ ഈസ് ഡെഡിക്കേഷൻ. അതിന് പൂർണ്ണ സമർപ്പണം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഫിഫ്ത് ഡി ഈസ് ഡിറ്റർമിനേഷൻ. അഞ്ചാമത്തെ ഡി എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ആണ്. അപ്പോ ഡിസയറും ഡിസിഷനും ഡിസിപ്ലിനും ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും ഇത് അഞ്ചും ചേരുമ്പോഴത്തേക്ക്, ഇത് അഞ്ചും സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി യു ടേൺ തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സാധിച്ച ഒരാളാണ് ഈ മനുഷ്യൻ. ഇതാരാണെന്ന് അറിയാമോ? എനി ഐഡിയ? ഇല്ല ഇല്ല, കണ്ടിട്ട. എനി ഐഡിയ? കണ്ടില്ല സർ. ചിത്രം കാണുന്നില്ല? ആ ചിത്രം കാണുന്നുണ്ടല്ല, കണ്ടിട്ട് പരിചയമില്ല പറഞ്ഞു. പരിചയമില്ല? ഇല്ല. അദ്ദേഹത്തിന് ഒരു ക്ലൂ തരാം. നമ്മുടെ APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ കൊടുത്തു, ദ മൗണ്ടൻ മാൻ ഓഫ് ഇന്ത്യ. ഇദ്ദേഹത്തെ രാഷ്ട്രപതി ഭവനിലേക്ക് വിളിപ്പിക്കുകയൊക്കെ ചെയ്തു, ആദരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് കൊടുത്തത് ദ മൗണ്ടൻ മാൻ ഓഫ് ഇന്ത്യ. ഗെറ്റ് ഐഡിയ? റോഡ് പണിത ആളാണോ? മലയൊക്കെ പൊളിച്ച് കുത്തി Yes sir, you are right. You are right. You are right. You are right. He is Mr. Dasrath Manji. Dasrath Manji. ബീഹാറിലെ ഗയ എന്ന് പറയുന്ന സിറ്റിക്ക് അടുത്തുള്ള ഗേലൂരിലെ ഒരു സാധാരണക്കാരനായിരുന്നു. ഗേലൂർ സാധാരണ ഒരു കർഷകനായിരുന്നു. അങ്ങനെ ഇദ്ദേഹം പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഫൽഗുനി ദേവി ഇദ്ദേഹത്തിന് ഭക്ഷണവുമായിട്ട് വരുന്നത്. ഞാൻ ഉച്ചഭക്ഷണമായിട്ട് വരവെ നൽകി തിരിച്ചു പോകുമ്പോഴത്തേക്ക് ക്ഷീണം കൊണ്ട് ഫൽഗുനി ദേവി കുഴഞ്ഞു വീഴുകയാണ്. അങ്ങനെ ഈ ഫൽഗുനി ദേവിയെയും കൊണ്ട് ഇദ്ദേഹത്തിന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അപ്പൊ ഈ ഗേലൂരിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഗേലൂരിൽ വലിയ മലകളാണ് ചുറ്റും. അപ്പൊ ഈ മല ചുറ്റിയിട്ട് വേണം പോവാൻ. 70 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിൽ എത്തൂ. ഏകദേശം 1.25-2 മണിക്കൂർ സഞ്ചരിച്ചാൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിൽ എത്തൂ. ആ ഗ്രാമത്തിൽ ഹോസ്പിറ്റൽസ് ഒന്നുമില്ല, വാഹനങ്ങളും കുറവാണ്. അങ്ങനെ ഫൽഗുനി ദേവിയെ ചുമലിലെടുത്തുകൊണ്ട് ഈ ദശരഥ് മാഞ്ചി ഓടുകയാണ് തന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചില്ല. പകുതി വഴി എത്തിയപ്പോഴത്തേക്ക് ഫൽഗുനി ദേവി മരിക്കുകയാണ്. പ്രിയതമ നഷ്ടപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ വ്യതയിൽ ഒരു ചാരമായി മാറാമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല. എന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഇനി ഒരു മനുഷ്യനും സംഭവിക്കരുത് എന്നൊരു തീരുമാനം അവർ എടുക്കുന്നു. അങ്ങനെ അവിടുത്തെ നാട്ടുകൂട്ടം ചേർന്ന് തീരുമാനമെടുക്കുകയാണ്, ഈ മലയിലൂടെ നമുക്ക് ഒരു തുറന്നൊരു വഴി കിട്ടിക്കഴിഞ്ഞാൽ ഈ 70 കിലോമീറ്റർ എന്താകും? വെറും 15 കിലോമീറ്റർ ആയി ചുരുങ്ങും. ഒരു വഴി കിട്ടിയാൽ മതി, നടന്നു പോകാനോ ചെറിയ വാഹനങ്ങൾക്ക് പോകാനോ ഉള്ള സൗകര്യത്തിൽ ഒരു വഴി കിട്ടിയാൽ. അങ്ങനെ അവിടുത്തെ ലോക്കൽ അധികൃതരുമായി സംസാരിച്ചിട്ട് ആരും ഒരു സാങ്ഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം തന്റെ ഭാര്യയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം മഴുവുമായി ദശരഥ് മാഞ്ചി ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു മഴുവും ഒരു ഉളിയൊക്കെ എടുത്തിട്ട് ഇദ്ദേഹം ആ മലയുടെ ഒരറ്റത്ത് നിന്ന് കുത്തിപ്പൊട്ടിക്കാൻ തുടങ്ങി. നമുക്കറിയാം, ഷാജഹാൻ താജ്മഹൽ പണിയാൻ എടുത്തത് 20 വർഷമാണ്. അതിനേക്കാൾ 2 വർഷം കൂടുതൽ. 22 വർഷം കൊണ്ട് ആ മനുഷ്യൻ 360 അടി നീളത്തിൽ ഒരു പുതിയ റോഡ് ഗേലൂർ മലയിലൂടെ ഉണ്ടാക്കിയാണ്. 360 അടി നീളത്തിൽ. ഇത് കണ്ടപ്പോ നാട്ടുകൂട്ടത്തിനോ അവിടുത്തെ പഞ്ചായത്തിനോ ആർക്കും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല. കാരണം ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അവർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിന് മികച്ച തെളിവാണിത്.
അത് എടുത്തു പറയുകയായിരുന്നു APJ അബ്ദുൽ കലാം ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദ മൗണ്ടൻ മാൻ ഓഫ് ഇന്ത്യ എന്ന ടൈറ്റിൽ APJ അബ്ദുൽ കലാം സമ്മാനിച്ചത്. ദശരഥ് മാഞ്ചി. He is ready to take a U-turn in his life. ജീവിതത്തിൽ U-turn എടുത്തപ്പോഴാണ് സമൂഹത്തിൽ തന്നെ മാതൃകയായി മാറാൻ അവർക്ക് സാധിച്ചത്. ആ മനുഷ്യന് കാണിച്ചു. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു, അദ്ദേഹം തീരുമാനമെടുത്തു. ആരൊക്കെ എതിർത്തിട്ടും അദ്ദേഹം പിന്മാറിയില്ല. ഡിസിപ്ലിൻഡ് ആയി, ഡെഡിക്കേറ്റ് ആയി അദ്ദേഹം വർക്ക് ചെയ്തു. ഉറച്ച തീരുമാനത്തോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചപ്പോ ഒരു മനുഷ്യൻ ഒരു പ്രസ്ഥാനമായി മാറി. സോ കം ഫോർവേഡ് ആൻഡ് ഡു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, പ്രതീക്ഷ നമുക്ക് മാത്രം പോരാ, അവരെന്റെ പ്രതീക്ഷയാകുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ ഗുഡിൽ നിന്ന് ഗ്രേറ്റ് ആവുന്നു. അവരെന്റെ പ്രതീക്ഷയാവുക എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷ അത് നിലനിർത്താൻ നമുക്ക് പറ്റണം. എത്രയൊക്കെ വലിയ ആളാണ് നമ്മളെന്ന് പറഞ്ഞാലും അവരെ വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല. അവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം അവരെന്റെ പ്രതീക്ഷയാകാനുള്ള യാത്ര. സോ റിന്യൂ യുവർ മൈൻഡ്, റിന്യൂ യുവർ ലൈഫ്. ഒരു പുതിയ മാനസികാവസ്ഥയോടുകൂടി ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു ട്രെയിനിങ് സെഷനിലൂടെ എന്ത് മാറ്റമാണ് വരിക? പ്രിയമുള്ളവർ, ഒരു മാറ്റവും വരില്ല. പക്ഷേ ഇവിടെ ചിതറുന്ന ചില സ്പാർക്കുകളുണ്ട്, അഗ്നി സ്ഫുലിംഗങ്ങൾ എന്ന് പറയാം. അവ അത്ര പെട്ടെന്ന് ചാരമാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനെ മനസ്സിലേക്ക് ആവാഹിച്ചാൽ നാളെയുടെ താരങ്ങളായി നിങ്ങൾ മാറും. ലോകത്തിന് ആവശ്യം ഫ്ലെക്സിബിളായ, അഡാപ്റ്റബിളായ, ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള, ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള, മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ്. മുഖംമൂടികൾ എത്ര ഇട്ടാലും നമ്മൾ ഇങ്ങനെയൊക്കെ ആവണം. മുഖംമൂടികൾ ഇടരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മുഖംമൂടികൾ ഇടുമ്പോഴും നമുക്ക് ഉള്ളിലെ നന്മ നഷ്ടപ്പെടാതിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ആനന്ദം നമ്മുടെ പോക്കറ്റിന്റെ ഉള്ളിലാണ്, നമ്മുടെ അതിന്റെ താക്കോൽ എന്ന് പറയുന്നത്. ചേഞ്ച് യുവർ പെർസെപ്ഷൻ, then only you can embrace off balance and on purpose. Now we are going to the last part of this session, the formula 3. Formula 3 എന്തൊക്കെയാണ് ഫോർമുല 3? ജീവിതത്തിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നാലും, ഇനി വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ഒരു തൊഴിൽ നേടുമ്പോഴും, അത് കഴിഞ്ഞ് വിവാഹം കഴിക്കുമ്പോഴും, മാതാപിതാക്കളാകുമ്പോഴും, അത് കഴിഞ്ഞ് ഗ്രാൻഡ് പാരന്റ് ആകുമ്പോഴും ഒക്കെ നമ്മെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും വലിയ റോൾ മോഡലായി മാറാൻ നമുക്ക് പറ്റുമ്പോഴാണ് നമ്മൾ ഗ്രേറ്റ് ആവുന്നത്. ശരിയല്ലേ? ഇപ്പൊ നിങ്ങളെ അനുകരിച്ചുകൊണ്ട് വളരുന്നതായിരിക്കാം നിങ്ങളുടെ സഹോദരങ്ങൾ. ശരിയല്ലേ? വിപിൻ എന്താണ് ചെയ്യുന്നത്? വിപിന്റെ ആക്ഷൻ എന്താണ്? പോസ്റ്റർ എന്താണ്? എല്ലാം സഹോദരങ്ങൾ നോക്കുന്നുണ്ടാവും, ശരിയല്ലേ? സോ അത് ഏറ്റവും കൂടുതൽ സന്തോഷം വരിക എപ്പോഴെന്നറിയോ? നാളെ നമ്മുടെ മക്കൾ പറയണം, യെസ് മൈ പപ്പ ഈസ് മൈ റോൾ മോഡൽ, മൈ മമ്മ ഈസ് മൈ റോൾ മോഡൽ. അങ്ങനെ പറയണമെങ്കിൽ വാക്കും പ്രവൃത്തിയും ഒന്നാവണം. വാക്കും പ്രവൃത്തിയും രണ്ടായാൽ നമുക്ക് എവിടെയെങ്കിലും കാലിടറുമ്പോൾ ഏറ്റവും ആദ്യം തിരിച്ചറിയുക നമ്മുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും, നമ്മുടെ രക്ഷിതാക്കളായിരിക്കും. ക്ലാരിറ്റി ഇൻ വൈ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ വൈക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ, വൈ? എനിക്കൊരു ക്ലാരിറ്റിയിൽ ഉത്തരം കിട്ടിയില്ല. ചിലപ്പോൾ ഈ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടായിരിക്കാം, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടായിരിക്കാം, സാരമില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ക്ലാരിറ്റി ഇൻ വൈ. പണ്ടൊരിക്കൊരു ഒരു പരുന്തുണ്ടായിരുന്നു. ആ പരുന്തിന്റെ പിറകെ ഇങ്ങനെ കുറെ കാക്കകൾ ഇങ്ങനെ ഓടിക്കുകയാണ് പരുന്തിനെ. പരുന്താണെങ്കിൽ വലിയ പരുന്താ, ഇതിങ്ങനെ താഴ്ന്നു ഉയരുന്നു. കാക്കകളാണെങ്കിൽ ഇങ്ങനെ ഓടിക്കുക, കാക്കകൾ വട്ടമിട്ട് പരുന്തിനെ ഓടിക്കുന്നു. അപ്പൊ എന്താ കാണുന്നു നോക്കിയപ്പോഴാണ് ഈ പരുന്ത് ഒരു ചത്ത മത്സ്യത്തെ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്.
ആ ചത്ത മത്സ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാക്കക്കൂട്ടം ഇങ്ങനെ ഓടിക്കുന്നത്. നിസ്സഹായനായി പരുന്ത് ഇങ്ങനെ ഓടുകയാണ്. ഒരു മരത്തിന്റെ കൊമ്പിലിരിക്കും, കാക്കക്കൂട്ടം വരും, ഇത് പറന്ന് വീണ്ടും പോവും. അതിന്റെ ഇടയിൽ കാക്കകൾ അതിന്റെ തലയിലൊക്കെ ചില ആക്രമിക്കും. പരുന്ത് നിസ്സഹനായി ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒടുവിൽ ഈ പരുന്ത് എന്ത് ചെയ്തു? ഗത്യന്തരമില്ലാതെ ആ മത്സ്യത്തെ താഴത്തിട്ടു. താഴത്തിട്ട സമയത്ത് കാക്കക്കൂട്ടം മൊത്തം ആ മത്സ്യത്തിന് പിറകെ പോവുകയും പരുന്ത് രക്ഷപ്പെടുകയും ചെയ്തു. ഈ കഥ പരുന്ത് അതിന്റെ സുഹൃത്തിനോട് പറഞ്ഞു. ഇന്ന് എന്നെ കാക്കക്കൂട്ടം ആക്രമിച്ചു. ഞാനൊരു ചത്ത മത്സ്യം കൊണ്ട് പോവുകയായിരുന്നു, അപ്പോഴാണ് എന്നെ ആക്രമിച്ചത്. അപ്പൊ ആ പരുന്ത് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്: ചത്ത മത്സ്യമല്ല, ചത്ത മത്സ്യത്തെ ചുമന്ന നീയാണ് പ്രശ്നക്കാരൻ. ചത്ത മത്സ്യമല്ല, ചത്ത മത്സ്യത്തെ ചുമന്ന നീയാണ് പ്രശ്നക്കാരൻ. കൊന്നു തിന്നാൻ ശേഷിയില്ല നീ ശവം തിന്നോ ചുമന്നോ നടക്കുന്നത് തന്നെ തെറ്റാണ്. ഹലോ ഫ്രണ്ട്സ്, കൊന്നു തിന്നാൻ ശേഷിയുള്ള നിന്നെ പോലെ കരുത്തുള്ള എനർജറ്റിക് ആയ മാഗ്നറ്റിക് ആയ ഒരാൾ ഇങ്ങനെ ശവം തിന്നോ ചുമന്നോ ഇങ്ങനെ സാധാരണക്കാരായ കഴിവുകളൊന്നും ഉപയോഗിക്കാതെ ജീവിക്കുന്നത് തന്നെ തെറ്റാണ്. സോ തിരിച്ചറിവിനുള്ള പാഠങ്ങളാണ് ആ സുഹൃത്ത് ആ പരുന്തിന് നൽകിയത്. എത്ര ഉയരങ്ങളിൽ തനിക്ക് പറക്കാൻ പറ്റുമെന്നും എന്റെ ലോകം വിശാലമാണെന്നും എത്ര ഉയരത്തിൽ നിന്നും ഇരകളിലേക്ക് എനിക്ക് നിമിഷ നേരം കൊണ്ട് എത്താൻ പറ്റുമെന്നും റാഞ്ചിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നും എന്റെ ചുണ്ടുകൾക്ക് അപാരമായ, എന്റെ കൊക്കുകൾക്ക് അപാരമായ ശേഷിയുണ്ടെന്നും ഒക്കെ തിരിച്ചറിയുമ്പോഴാണ് ഞാനൊരു പരുന്താവുന്നത്. ഇല്ല എങ്കിൽ ഞാൻ വെറും ചത്ത മത്സ്യത്തെ പേറിക്കൊണ്ട് നടക്കുന്ന, ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുന്ന, മറ്റുള്ളവരുടെ ഭീഷണികൾക്ക് എപ്പോഴും പാത്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനായ സ്വയം തിരിച്ചറിയാത്തൊരു പരുന്തായി മാറും. ഫ്രണ്ട്സ്, നോ യുവർ വൈ, മേക്ക് ഇറ്റ് ക്ലാരിറ്റി. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി. വൈ ആർ യു ഹിയർ? സോ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചത്ത മത്സ്യത്തെ ചുമക്കുന്ന പരുന്താണോ നിങ്ങൾ? അല്ല, ആകാശത്തിന്റെ നീലിമയിൽ കണ്ണെത്താ ദൂരത്തോളം ലോകത്ത് അധിപനായി വസിക്കുന്ന പരുന്താണോ നിങ്ങൾ? നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇറ്റ് ഈസ് യുവർ ഓൺ ഡിസിഷൻ. ഇറ്റ് ഈസ് യുവർ ഓൺ ഡിസിഷൻ. The second one is discipline in how. എന്തൊക്കെ കിട്ടിയാലും ചെയ്യുന്നതിൽ ഒരു വൃത്തി ഉണ്ടാവണം. ഡിസിപ്ലിൻ ഇൻ ഹൗ, അല്ലെ? ഇതെല്ലാവർക്കും കൊടുക്കില്ല. എറിയാൻ അറിയുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കില്ല പറയല്ലേ, അതുപോലെയാ. ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം. എന്ത് കാര്യമായാലും, അടുക്കളയിൽ പാത്രം കഴുകി വെക്കുന്നതായാലും, ഭക്ഷണം കഴിക്കുന്നതായാലും, പഠിക്കുന്നതായാലും, യാത്ര പോകുന്നതായാലും, എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഒരു അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. ഡിസിപ്ലിൻ ഇൻ ഹൗ. പണ്ടൊരു ആശ്രമത്തിൽ ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവൻ നന്നായിട്ട് പഠിക്കും. പക്ഷെ അവനൊരു പ്രശ്നമുണ്ട്. രാത്രി 12 മണിയാവുമ്പോൾ അവൻ മതിലാടിയിട്ട് പോകും. ആശ്രമത്തിന്റെ മതിലാടിയിട്ട് പോയിട്ട് പുലർച്ചെ 3 മണി ആവുമ്പോഴത്തേക്ക് തിരിച്ചു വരും. എവിടെയാ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരു ദിവസം ഗുരു ഇത് കണ്ടുപിടിക്കുകയാണ്. ഇവൻ എവിടെയാണ് പോകുന്നത്? എന്തിനാണ് പോകുന്നത്? അപ്പൊ നോക്കി, ഇവൻ കൃത്യം 3 മണിയാവുമ്പോൾ പോകുന്നു. എങ്ങനെയാ പോകുന്നത്? മതിലിന് നല്ല ഉയരമുണ്ട്. പക്ഷെ മതിലിന്റെ സൈഡിൽ ഒരു പീഠം വെച്ചിട്ടുണ്ട്. ആ പീഠത്തിൽ ചവിട്ടിയിട്ടാണ് ഇവൻ പുറത്തേക്ക് പോകുന്നത്. അന്ന് ഗുരു ഉറങ്ങിയില്ല. ഇവൻ 12 മണിയാകുമ്പോഴത്തേക്ക് പോയി. നല്ല തണുപ്പുണ്ടായിരുന്നു. ഗുരു ഉറങ്ങാതെ ആ മതിലിന്റെ അരികിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ കൃത്യം 2:30, 2:45, 3 മണിയാവുമ്പോഴത്തേക്ക് ശിഷ്യൻ വരുന്നു. ഗുരു എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ പീഠം മാറ്റിയിട്ട് ഒരു പീഠം പോലെ കുനിഞ്ഞു നിൽക്കുകയാണ്. ശിഷ്യൻ ഇതറിയാതെ പീഠമാണെന്ന് കരുതിയിട്ട് ഗുരുവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് ആശ്രമത്തിലേക്ക് കിടക്കുകയാണ്. പുറത്ത് ചവിട്ടിയപ്പോഴാണ് ശിഷ്യന് മനസ്സിലായത് താൻ ചവിട്ടിയത് ഒരു മരക്കഷ്ണമല്ല, ഒരു മനുഷ്യനെയാണ്. നോക്കിയപ്പോ ഗുരുവാണ്. ഗുരു ഒന്നും പറഞ്ഞില്ല, പറഞ്ഞ ഇത് മാത്രമായിരുന്നു: രാത്രിയാണ്, തണുപ്പുണ്ട്, ജലദോഷം പിടിക്കാതെ നോക്കണം. ശിഷ്യൻ ഒന്നും പറഞ്ഞില്ല.
ജാള്യതയോടുകൂടി ശിഷ്യൻ അവന്റെ മുറിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം ആ ശിഷ്യൻ ഒരിക്കലും രാത്രി ആശ്രമം വിട്ട് പോയിട്ടില്ല എന്നതാണ് സത്യം. പ്രിയമുള്ളവരെ, ശിഷ്യന്മാർക്ക് സ്വയം പീഡമാകുന്നവരെയാണ് ഗുരു എന്ന് വിളിക്കുക, അല്ലേ? സ്വയം പീഡമാകുന്നവരെയാണ് ഗുരു എന്ന് വിളിക്കുക. അല്ലാതെ കയറിപ്പോകാൻ പീഠം വെക്കുന്നവർ അധ്യാപകരാണ്. അവർ പീഠം വെച്ച് തരും കയറിപ്പോകാൻ. പക്ഷെ സ്വയം പീഠമാകുമ്പോഴാണ് ഗുരു ആവുക. ഗുരു ആരോടും ആജ്ഞാപിക്കാറില്ല. ഗുരുവിൽ നിന്ന് എല്ലാവരും പഠിക്കാറേ ഉള്ളൂ. ഇന്നത് പഠിക്കണമെന്ന് പറയാറില്ല. ഗുരുവിനെ കണ്ടു പഠിക്കാറേ ഉള്ളൂ. ഡിസിപ്ലിൻ ഇൻ ഹൗ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗുരുവായി നമ്മൾ മാറണം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, ചേഞ്ച് യുവർ സെൽഫ്, ചേഞ്ച് യുവർ ബിഹേവിയർ, ചേഞ്ച് യുവർ ആക്ഷൻ, ചേഞ്ച് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്സ്. സ്വയം പീഡമാകുന്ന നല്ല മനുഷ്യരായി നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം. ദാറ്റ് ഈസ് ഡിസിപ്ലിൻ ഇൻ ഹൗ. ചെയ്യുന്ന ഏത് കാര്യവും ആ സമയം മുതൽ മാറും. തിരിച്ചറിവിന്റെ മാറ്റം ആ കാര്യങ്ങളിൽ ഉണ്ടാകും. ലാസ്റ്റ് വൺ ഈസ് കൺസിസ്റ്റൻസി ഇൻ വാട്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കൺസിസ്റ്റൻസി. സോ ക്ലാരിറ്റി ഇൻ വൈ, ഡിസിപ്ലിൻ ഇൻ ഹൗ ആൻഡ് കൺസിസ്റ്റൻസി ഇൻ വാട്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കൺസിസ്റ്റൻസി വേണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഒരു ചൈനീസ് ഗുരുവിന്റെ കഥ തന്നെയാണ്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ റോഡരികിൽ ഇങ്ങനെ ഒരു കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് അതിനൊരു 13 കുഴികൾ ഇയാൾ കുഴിച്ചു വെച്ചിട്ടുണ്ട്. 14ാമത്തെ കുഴിയാണ് ഇയാൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇദ്ദേഹം പറയാണ്, ഞാൻ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഞാൻ കുഴിച്ചു, കുറെ കുഴികൾ ഞാൻ കുഴിച്ചു, പക്ഷെ എവിടെയും വെള്ളം കണ്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോ 13 കുഴിച്ചു, 14ാമത്തെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗുരു ചോദിച്ചു, ഈ 14 കുഴിയും ഒരേ സ്ഥലത്ത് കുഴിച്ചിരുന്നെങ്കിൽ ഇതിപ്പോഴൊരു കിണറാകുമായിരുന്നില്ലേ? നമ്മളൊക്കെ പ്രവൃത്തികൾ പലപ്പോഴും ഇങ്ങനെയാണ്, പല സ്ഥലത്തും കുഴിച്ചുകൊണ്ടേയിരിക്കും. കൺസിസ്റ്റന്റ് ആവാത്തത് കൊണ്ട് നമ്മൾ കുഴിക്കുന്നത് പലപ്പോഴും കുഴികളായി മാത്രം നിൽക്കുകയും കിണറാവാതിരിക്കുകയും ചെയ്യും. കുഴിയല്ല കിണർ. കിണറിൽ വെള്ളമുണ്ടാകുന്നത് അതിന്റെ ആഴം കൊണ്ടും അർത്ഥം കൊണ്ടും അതിന്റെ അടിയിൽ നിന്ന് ഉറവ പൊട്ടി ഉണ്ടാകുമ്പോഴാണ്. പക്ഷെ കുഴിയിൽ വെള്ളമുണ്ടാകുന്നത് അപ്പോൾ പെയ്യുന്ന മഴയെ ആശ്രയിച്ച് മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ വെറും കുഴിയാണോ അതോ കിണറാണോ? കുഴിയാണെങ്കിൽ നമ്മൾ കുഴിച്ചുകൊണ്ടേയിരിക്കുക, കിണറാവും വരെ. കിണറായാൽ മാത്രമേ നമ്മളിൽ നിന്ന് സ്നേഹം ഉറവ പൊട്ടി പുറത്തേക്ക് ഒഴുകൂ. ആ സ്നേഹത്തിൽ മറ്റുള്ളവർക്ക് മുന്നിൽ മാതൃകയാകാൻ നമുക്ക് സാധിക്കും. നമുക്ക് സാധിക്കും. നിരാശ്രയർക്ക് ആശ്രയമായി മാറാൻ നമുക്ക് സാധിക്കും. സോ തിരിച്ചറിയുക, കുഴിയാണോ കിണറാണോ നമ്മൾ കുഴിക്കുന്നത്? കൺസിസ്റ്റൻസി ഇൻ വാട്ട്. ഇനി എന്താണ് ഈ മൂന്നിന്റെയും പൊരുൾ എന്ന് നമുക്ക് നോക്കാം. വൈ എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫാണ്. ഹൗ എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ ആണ്. വാട്ട് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് ആണ്. ഓക്കെ, ആദ്യം മാറേണ്ടത് നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ്, അല്ലെ? നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാണ് നമ്മുടെ ബിലീഫ് എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് ഇത്രയേ പറ്റൂ, ഞാൻ ഇങ്ങനത്തെ ഫാമിലിയിൽ നിന്ന് വന്നതാണ്, ഇങ്ങനെ പറയുന്നതാണ്, ഐ ആം ലിമിറ്റഡ് എന്ന് പണ്ടൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തു, യു ആർ നോട്ട് എ ലിമിറ്റഡ്, യു ആർ ലിമിറ്റഡ് എഡിഷൻ. ചില വാഹനങ്ങൾ ലിമിറ്റഡ് എഡിഷൻ ആണ്, അത് അധികം ഉണ്ടാവില്ല. അതുപോലത്തെ അത് മാത്രമേ ഉണ്ടാവൂ. യു ആർ എ ലിമിറ്റഡ് എഡിഷൻ, യു ആർ യുണീക്ക്. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ് നമ്മുടെ വൈ എന്ന് പറയുന്നത്, നമ്മുടെ കണ്ടെത്താൻ സഹായിക്കുന്നത്. ഹൗ റിലേറ്റഡ് ടു അവർ ആക്ഷൻസ്. നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ഹൗ, നമ്മുടെ പ്രവൃത്തികൾ. അതുണ്ടാക്കുന്ന റിസൾട്ടാണ് നമ്മുടെ വാട്ട് എന്ന് പറയുന്നത്.
അപ്പോ ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ട ബാറല്ല, ഇതാണ് ബാർ. ജീവിതത്തിൽ എത്ര മാത്രം ഓഫ് ബാലൻസ് ഉണ്ടായാലും പ്രകോപനങ്ങൾ ഉണ്ടായാലും ഈ ബാറിനെ ഓർമ്മിക്കുക. എവിടെയോ പ്രശ്നം ഉണ്ടാവും, ഒന്നുകിൽ നമ്മുടെ ബിലീഫിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവും നമ്മുടെ റിസൾട്ട്. സോ ചേഞ്ച് യുവർ വൈ, അണ്ടർസ്റ്റാൻഡ് യുവർ ഹൗ ആൻഡ് ഡു കൺസിസ്റ്റന്റ്ലി, ദാറ്റ് ഈസ് യുവർ വാട്ട്. പ്രിയമുള്ളവരെ, ഇതാണ് ഫോർമുല 3 എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ സമയം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും കൂടി റീക്യാപ്പ് ചെയ്യുകയാണ്. റീക്യാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. നമുക്കൊരു 10 മിനിറ്റ് ഇതിൻ്റെ ഒരു ഇന്ററാക്റ്റീവായ കാര്യങ്ങൾ സംവദിക്കാൻ വേണ്ടി എടുക്കാം. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്നുകൂടി ശ്രമിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന്. ഓഫ് ബാലൻസ്, ഓൺ പർപ്പസ്, ദിസ് ഈസ് ഡാൻ ട്രൂമൻ, ദ റൈറ്റർ ഓഫ് ദ ബുക്ക്. ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇതൊക്കെ നമ്മൾ കവർ ചെയ്തു പോയി. അൺസർട്ടനിറ്റിയെ കുറിച്ച് പറഞ്ഞു, പോസ്റ്റ് കോവിഡ് ചാലഞ്ചസിനെ കുറിച്ചും, സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസിനെ കുറിച്ചും, പെർസെപ്ഷനെ കുറിച്ചും, ഒരു ക്രൈസിസ് വരുമ്പോൾ അതിന്റെ സ്റ്റേജസിനെ കുറിച്ചും അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. യു ടേൺ എടുക്കുന്നതിനെ കുറിച്ച് പഠിച്ചു, ഫോർമുല 3 കുറിച്ച് പഠിച്ചു, ജീവിതത്തിലെ 2 കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു, അല്ലെ? ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി പ്രെയർ എന്ന് പറയുന്ന സങ്കല്പം തന്നെയുണ്ട്. എക്സിസ്റ്റൻഷ്യൽ പ്രെയർ, യൂണിവേഴ്സിറ്റി പ്രെയർ എന്ന് പറയുന്നത്. നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അത് കിട്ടും. തിങ്സ് ഇൻ അവർ കൺട്രോൾ ആൻഡ് തിങ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ. അൺസർട്ടനിറ്റിയെ കുറിച്ച് പറഞ്ഞു. അൺസർട്ടനിറ്റി എങ്ങനെ, ഈ പുസ്തകത്തിൽ പറയുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. എങ്ങനെയാണ് ഓഫ് ബാലൻസിനെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓഫ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ പറ്റുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ലൈഡ് എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്, അൺസർട്ടനിറ്റിയുടെ 2 ഭാഗങ്ങൾ. ഇതിനെ നമ്മൾ ഏതിനെ എംബ്രേസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് കാര്യം. ആങ്സൈറ്റി ഉണ്ടെങ്കിലും ക്യൂരിയോസിറ്റിയെ എംബ്രേസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് പുതിയ പാഠങ്ങൾ പഠിക്കാൻ പറ്റുക. ഓരോ ബുദ്ധിമുട്ടിലും പുതിയ വാതിലുകൾ കണ്ടെത്താൻ പറ്റുക. നമ്മൾ ക്യൂരിയസ് ആകുമ്പോഴാണ്. എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം നമ്മൾ പഠിച്ചു. ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും ക്യൂരിയോസിറ്റിയെ കുറിച്ചും. പിന്നെ നമ്മുടെ വൈ കണ്ടെത്തുക എന്താണെന്ന് ചോദിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഓ ഹെൻറിയുടെ ലാസ്റ്റ് ലീഫിനെ കുറിച്ച് പരാമർശിച്ചു. നമ്മുടെ പർപ്പസിനെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് നമ്മൾ കടന്നുപോയി. അതിനുശേഷം ലോകത്തിലെ ഗ്രേറ്റ് പീപ്പിൾ എന്താണ്, എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഓർഡിനറി പീപ്പിൾ. അപ്പൊ ഗ്രേറ്റും ഓർഡിനറിയും തമ്മിൽ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിന്റെ ധാരണയുടെ, നമ്മുടെ പെർസെപ്ഷനാണ് ഓർഡിനറിയിൽ നിന്ന് നമ്മുടെ ഗ്രേറ്റ് ആക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തി. ഒരു ക്രൈസിസ് എന്താണ്, ക്രൈസിസിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഒരു ക്രൈസിസ് വരുമ്പോൾ പൊതുവെ ആൾക്കാരുടെ ബിഹേവിയർ എന്ന് പഠിച്ചു. ഇത് നമ്മൾ കോവിഡ് കാലത്ത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചതാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന ലേണിംഗ് ആണ്. ഓരോ ക്രൈസിസിലും ഓരോ ലേണിംഗ് ഉണ്ട്. ആ ലേണിംഗ് എടുത്താൽ മാത്രമേ നമുക്ക് ക്യൂരിയസ് ആവാനും പുതിയ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. പെർസെപ്ഷനെ കുറിച്ച് പഠിച്ചു. 5 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പഠിച്ചു. എത്രമാത്രം നന്മയും തിന്മയും നമ്മൾ കാണുന്നുണ്ടെങ്കിലും മനഃപൂർവ്വം തിന്മയെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു മെസ്സേജ് നമ്മൾ കൺവേ ചെയ്തു. COVID-19 ലെസൺസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. ഫ്ലെക്സിബിൾ ആകാനും അഡാപ്റ്റീവ് ആവാനും സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രകൃതിയെ പുതിയൊരു അപ്രോച്ചിലൂടെ സമീപിക്കണം എന്ന പാഠം നമ്മൾ പകർന്നു. പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പഠിച്ചു. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചും ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചും നമ്മൾ പരാമർശിച്ചു. പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ റെഫർ ചെയ്തു. ടാറ്റയുടെ മനോഹരമായ വരികൾ, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ ഉപയോഗിക്കുന്നതിലാണ്. എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്, അതെങ്ങനെ ഒരാൾ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഒരാളുടെ ജീവിത വിജയം എന്ന് നമ്മൾ പരാമർശിച്ചു. എങ്ങനെയാണ് യു ടേൺ എടുക്കുക, ദശരഥ് മാഞ്ചിയുടെ കഥയിലൂടെ എന്തൊക്കെയാണ് യു ടേണിന്റെ പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പഠിച്ചു. അത് ഡിസയർ ആണ്, ഡിസിഷൻ ആണ്, ഡിസിപ്ലിൻ ആണ്, ഡെഡിക്കേഷൻ ആണ്, ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ തിരിച്ചറിഞ്ഞു. ഒരു പുതിയ ലോകത്തിലേക്ക് റിന്യൂ യുവർ മൈൻഡ് ആൻഡ് റിന്യൂ യുവർ ലൈഫ്, മനസ്സിനെ കൂടുതൽ പ്രകാശിപ്പിച്ചുകൊണ്ട് അസതോമ സത്കമയ, അല്ലെ, പ്രകാശത്തിന്റെ ലോകത്തിലേക്ക് താമസോമ ജ്യോതിർഗമയ സഞ്ചരിക്കുവാനുള്ള ഒരു യാത്ര നമുക്ക് ആരംഭിക്കാം. ഫോർമുല 3 കുറിച്ച് സംസാരിച്ചു. അത് ക്ലാരിറ്റി ഇൻ വൈ ആണ്, ഡിസിപ്ലിൻ ഇൻ ഹൗ ആണ്, കൺസിസ്റ്റൻസി ഇൻ വാട്ട് ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ സംവദിച്ചത് ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ്. കുറെ കഥകളിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ അതൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും കോവിഡൊക്കെ മാറട്ടെ. ഓൺലൈനിനേക്കാൾ സുഖം എന്നും ഓഫ്ലൈൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നിർജീവമായ അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടെ ജീവസുറ്റതാവുക നമ്മൾ പരസ്പരം കണ്ടുകൊണ്ട് സംവദിക്കുമ്പോഴാണ്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ. ഏവർക്കും നന്മകൾ നേരുകയാണ്.
കഴിഞ്ഞ ഒരാഴ്ച ലേണിങ്ങിന്റെ പുതിയ കുറേ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു. അതിന്റെ അവസാനത്തെ വെടിക്കെട്ടാണ് നമ്മൾ ഇവിടെ നടത്തിയത്. തീർച്ചയായും കുറെ കാര്യങ്ങൾ എഴുതി വെക്കാൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സുരേഷ് സാർ ഇന്നലെ വിളിച്ചിരുന്നു, പേപ്പറും പെന്നും ഒക്കെ കയ്യിൽ വെക്കാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായും പുതിയ കാര്യങ്ങൾ എഴുതി വെക്കുക, പഠിക്കുക, വായിക്കുക. കാരണം നിങ്ങളുടെ പ്രതിഭയെ ലോകം അറിയട്ടെ. ഇത് നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് സെഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. സോ സുരേഷ് സാർ, ഓവർ ടു യു. Okay, thank you, sir. It was an excellent motivational speech. ഇതിലെ ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചോളൂ, സമയമുണ്ടോ നമുക്ക്? നേരം ലക്ഷ്യബോധത്തെ കുറിച്ചുള്ള ആ ഒരു ഇതുണ്ടല്ലോ അല്ലെ, പേർപ്പസ് അല്ലെങ്കിൽ ലക്ഷ്യം, ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാർ അത് വ്യക്തമാക്കി തരികയും ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യും. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. കുട്ടികൾ ആദ്യം ഒന്ന് ചോദിച്ചോട്ടെ. കാണുന്ന സുമിതയെ കാണുന്നുണ്ട്. സുമിതയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. വേറെ ആരെങ്കിലും ഉണ്ടോ? സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്, നമ്മളെല്ലാം ഫിറ്റസ്റ്റ് ആണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ശരിയാണ് അല്ലേ? ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ നല്ലൊരു ടേം ആയിരുന്നു അത്, സർവൈവൽ ഓഫ് ദ ഫാസ്റ്റസ്റ്റ്. ഞാൻ ശ്രീനിവാസ് സാറിനോട് ചോദിക്കട്ടെ, നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഞാൻ ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ആർട്ടിഫിഷ്യലിസം, NLP ഒക്കെ നമുക്ക് എങ്ങനെ ഈ നമ്മുടെ ബ്രെയിൻ ഒരു അപാര സംഗതിയാണല്ലോ, നമ്മൾ തീരെ യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? അതിനെ നമ്മള് ഇപ്പൊ സാറിന്റെ മകളുടെ ഞായറാഴ്ചത്തെ പരിപാടിയെ കുറിച്ച് ഞാൻ ബ്രെയിൻ മാസ്റ്ററി അല്ലെ, അത് എങ്ങനെ നമുക്ക് എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ? നമ്മൾ ഇപ്പൊ നമ്മുടെ ഈ ആദിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, കാഞ്ഞങ്ങാട് വളർന്ന ഇന്ന് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് മെന്റലിസ്റ്റ് ആണ് അല്ലേ? അതുപോലെ നമ്മുടെ ബ്രെയിനിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് ഫോർ സ്റ്റഡീസ് എങ്കിലും ഓർത്തിരിക്കുവാനൊക്കെ, അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? ഹൗ ടു മാസ്റ്റർ അവർ ബ്രെയിൻ? സത്യം പറഞ്ഞാൽ എന്റെ മകളെ ഞാൻ അവളെ വിട്ടത് അബാക്കസ് പഠിക്കാനാണ് വിട്ടത്. കഴിഞ്ഞ 4 വർഷമായിട്ട് അബാക്കസ് അല്ല, ഞങ്ങളിപ്പോ സെറ്റിൽഡ് തളിപ്പറമ്പിലാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് വിട്ടത്. എല്ലാ സ്ഥലത്തും അബാക്കസ് പഠിച്ചു. അവിടെ 8 സ്റ്റേജസ് ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി. ഇപ്പോഴേ കോവിഡ് വന്ന സമയത്താണ് ഞങ്ങളും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷം ഓൺലൈനായി ഈ ഒരു വർഷം. 6th സ്റ്റാൻഡേർഡിലാണ്. അവള് 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ പോയിരുന്നു. ഒരു വെക്കേഷനിലാണ് ഇത് അഡ്വർടൈസ്മെന്റ് കണ്ടത്, അങ്ങനെയാണ് പോയത്. അപ്പോൾ ശനിയാഴ്ചകളിലാണ് ക്ലാസ് ഉണ്ടാവുക. സാധാരണ സ്കൂളിൽ ഉണ്ടാവുന്ന ശനിയാഴ്ചകളിലാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പൊ അവര് അബാക്കസ് 2 എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്നും ഇപ്പൊ മനസ്സിൽ പിന്നെ 2 ഡിജിറ്റ് ആയാലും 1 ഡിജിറ്റ് ആയാലും ഒക്കെ കൂട്ടാനും കുറക്കാനും ഗുണിക്കാനൊക്കെ എളുപ്പത്തിൽ പറ്റുന്നുണ്ട്. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ മെമ്മറി വേർഡ്സ് കണ്ടെത്തിയിട്ട്, അത് സത്യം പറഞ്ഞിട്ട് എനിക്ക് പോലും ആവില്ല. ഇപ്പൊ 50 വാക്കുകൾ ചെയ്യും. പക്ഷെ അതിനേറ്റവും മെനക്കിടുന്നത് ഞങ്ങൾ ചോദിക്കണം. ഇപ്പൊ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൊക്കെ അത് ഉണ്ട്, കുറെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ചോദിച്ചിട്ടില്ല എങ്കിൽ പോയി. കാരണം ഒരു 50 വാക്ക് ഞങ്ങൾ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ആലോചിച്ച് പറയും. പക്ഷെ അവിടെ പ്രശ്നം എന്ന് നമുക്ക് നല്ല വൊക്കാബുലറി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവരുടെ ടെസ്റ്റ് 500 വാക്കാണ് ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ട് വേണ്ടത്, ഞാൻ മനസ്സിലാക്കുന്നു. 50 വാക്കുകൾ വരെ ഇവിടെ ഭംഗിയായിട്ട് പറയും. അത് പിന്നെ കൃത്യമായ ഓർഡറിൽ ഓർത്തെടുത്ത് ഇവർക്ക് ഒരു കോഡിംഗ് സിസ്റ്റമാണ് ഇവർ ഉപയോഗിക്കുന്നത്. 1 എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലോക്ക് ചെയ്യാൻ ഒരു സാധനം ഉണ്ടാവും. 1 ചിലപ്പോൾ ഷൂ ആയിരിക്കാം, ചിലപ്പോൾ സൺ ആയിരിക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് ഇവർ ആ പേരുമായിട്ട് കണക്ട് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കും. അപ്പൊ ഇവിടെ മനസ്സിൽ ചിലപ്പോ എന്താ പറയണ്ടേ, ഒരു ബൾബ് ആണെങ്കിൽ ബൾബിൽ തൂങ്ങിയിറക്കുന്ന ഒരു റോസാപ്പൂ, അങ്ങനെ കണക്ട് ചെയ്തിട്ടായിരിക്കും അവർ വെക്കുക. അപ്പോ ഫസ്റ്റ് ഇവരുടെ മനസ്സിൽ ബൈ ഹാർട്ട് ആയിരിക്കും 1 ഈസ് ബൾബ്. അങ്ങനെ ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് വെച്ചപ്പോ അങ്ങനെ ഓർത്തെടുത്തിട്ടാണ് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അവര് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയുന്നത് ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിംഗ്, നമ്മുടെ പേര് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യാൻ നോക്കുക. നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനെയും റൈറ്റ് ബ്രെയിനെയും ഒരേപോലെ 2 ഹെമിസ്ഫിയറിനെയും ബൂസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്കാണ്
ഇതിൽ മെയിനായിട്ട് കൊടുക്കുന്നത്, രണ്ട് ഹെമിസ്ഫിയറിനെയും ഒരേപോലെ. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ഡാൻസ് കളിച്ചുകൊണ്ട് കൗണ്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഡാൻസ് കളിക്കും, പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുന്ന സമയത്ത് നമ്മൾ 2x6 6x8, അപ്പോൾ അങ്ങനെ ഒരു മാക്സിമം നമ്മൾ കൗണ്ട് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കൂട്ടാനോ ഗുണിക്കാനോ ഹരിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മുടെ കുറെ സൈക്കോളജിക്കൽ ടൂൾസ് ഒക്കെ ഇതിന്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ട്രൂപ്പ് മെത്തേഡോ, പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ഒരു സ്ട്രൂപ്പ് മെത്തേഡൊക്കെ പറഞ്ഞിട്ടൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ്സ് കുറെ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ മനസ്സിലെ റിഫ്ലക്സീവ് പാർട്ടും റിഫ്ലക്റ്റീവ് പാർട്സും ഉണ്ട്. അപ്പോൾ റിഫ്ലക്റ്റീവായിട്ട് ചിന്തിക്കണം എന്നുള്ള പറയുന്നത്. റിഫ്ലക്സീവ് ആവരുത്, റിഫ്ലക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ലെഫ്റ്റ് ബ്രെയിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചിന്തിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു മൈൻഡ് പവർ ഡെവലപ്പ് ചെയ്യാവുന്ന ഏരിയയിലേക്ക് നമ്മൾ വരിക എന്നാണ് പറയുക. പിന്നെ കൃത്യമായ പ്രാക്ടീസ് ആണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. കൃത്യമായ പ്രാക്ടീസ്. ഇപ്പോൾ ഒരാഴ്ച പ്രാക്ടീസ് മുടങ്ങിയാൽ നമ്മുടെ ഫ്ലോ പോവും. പുതിയ പുതിയ വാക്കുകൾ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ പ്രത്യേകത ഒരു കോഡിങ്ങിലൂടെയാണ് ഇത് ചെയ്യുന്നത്. കൃത്യമായ കോഡിംഗ് ഉണ്ട്. അതെത്ര 500 ആണെങ്കിൽ 500 വാക്കിന് ഇവർ കോഡ് ചെയ്യും. കോഡ് ചെയ്തിട്ട് ആ കോഡാണ് ഇവർ ഓർത്ത് വെക്കുക. ആ കോഡിങ്ങിലൂടെയാണ് ഇവർ പറയുക. പുതിയൊരാൾക്ക് പഠിക്കണമെങ്കിൽ ഇങ്ങനെ പുതിയ ബ്രെയിൻ വയറിംഗ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. നമ്മൾ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യുമ്പോൾ പുതിയ വയറിംഗ് ഉണ്ടാവും എന്നാ പറയാ. ഇപ്പൊ ഒരു ദിവസം നമ്മൾ ഇടത് കൈ കൊണ്ട് പല്ല് തേക്കാൻ ശ്രമിക്കുന്നു, ഇടത് കൈ കൊണ്ട് സ്വിച്ച് ഇടാൻ ശ്രമിക്കുന്നു, ഇടത് കൈ കൊണ്ട് നമ്മുടെ പേര് എഴുതാൻ ശ്രമിക്കുന്നു. ഈ സമയത്തൊക്കെ പുതിയ പുതിയ റിഫ്ലക്റ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമെന്നും പുതിയ ബ്രെയിൻ വയറിംഗ് ഉണ്ടാവുമെന്നും ഇതൊരു മോട്ടറിന്റെ ബൈൻഡിങ് പോലെയാണെന്നൊക്കെയാണ് പറയാം. അപ്പോൾ പുതിയ പുതിയ ബൈൻഡിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ പവർ കൂടും. ആ ഒരു മെക്കാനിസമാണ് നടക്കുന്നത്. ബ്രെയിനിന്റെ രണ്ട് ഹെമിസ്ഫിയറേയും ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് അല്ലെ? ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. അത് ആദ്യം ഞാൻ മനസ്സിലാക്കിയിരുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് രണ്ടിനെയും ഒരേപോലെ ബൂസ്റ്റ് ചെയ്യാൻ. പലർക്കും ഒരു ഹെമിസ്ഫിയർ മാത്രമായിരിക്കും സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ വേറൊരു കോർഡിനേഷൻ ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. രണ്ടിന്റെയും ഒരു കോർഡിനേഷൻ ആണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ബ്രെയിൻ ജിം എന്നൊക്കെ പറഞ്ഞ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ടെക്നോളജീസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞായറാഴ്ചത്തെ സെഷനിൽ പങ്കെടുക്കണം, അപ്പൊ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. എന്റെയൊക്കെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ഇപ്പൊ വന്നതിൽ നിന്ന് 2 വർഷം കഴിഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ പോകണം എന്നുള്ളതാണ്. അതിനാണ് നമ്മളിങ്ങനെ ഒരു പരിപാടികളൊക്കെ നടത്തുന്നതും. ഇനി പറഞ്ഞാൽ ബ്രെയിനിനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറെ വിഷ്വലൈസേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിടുകയോ എന്നിട്ട് അത് നമ്മൾ കാണുന്ന രീതിയിൽ വെച്ചാല് നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് മനഃപ്പാടമായി വരികയും പിന്നെ ഒരു കാര്യം 21 ദിവസം നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ് എന്നുള്ളൊരു ഇത് കൂടെ ഉണ്ടല്ലോ. അതെ, അങ്ങനെയൊക്കെ NLP-ലൊക്കെ അങ്ങനെ തന്നെയാണ്. NLP-ലൊക്കെ ഓരോ മെത്തേഡ് അതേപോലെ തന്നെയാണ് പോകുന്നത്. അതെ അതെ അതെ. അതിന്റെ ട്രെയിനിങ് ഒക്കെ ഇവിടെ ഉണ്ടോ? NLP-യുടെ ഒക്കെ? NLP-യുടേത് കണ്ണൂരൊക്കെ ഉണ്ട്, നമ്മുടെ കാസർഗോഡ് ജില്ലയിലൊക്കെ കുറവാണ്. പക്ഷെ നമ്മൾ നല്ല ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉണ്ട്, ആൾക്കാരുണ്ട്, കണ്ണൂരൊക്കെ ഉണ്ട്. പലരും ആ ടൂർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഇത് ബേസ്ഡ് ആണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തിയറിയാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. അത് പിന്നെ നമ്മുടെ ഡിസയർ എന്ന് പറയുന്ന ബുക്കില്ലേ, സീക്രട്ട് വായിച്ചിട്ടുണ്ടാവും ചിലപ്പോ. സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം പറ്റുമെങ്കിൽ വായിക്കുക. സീക്രട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്സ്. ഞാൻ എന്റെ മലയാളം, ഇംഗ്ലീഷ് അധികം വായിച്ചു, ഇപ്പൊ മലയാളം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സീക്രട്ട്. പിന്നെ അതേപോലെ ഒരു ബുക്കാണ് തിങ്ക് ലൈക്ക് എ മങ്ക്. ഇറ്റ്സ് എ ന്യൂ എഡിഷൻ ബുക്ക് ഫ്രം ന്യൂയോർക്ക്, ഫ്രം ജെ ഷെട്ടി. തിങ്ക് ലൈക്ക് എ മങ്ക്, ജെ ഷെട്ടി. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു മേക്കിംഗ് ഓഫ് എ സൂപ്പർ ഹ്യൂമൻ. ഇങ്ങനെ പുസ്തകങ്ങളിലൂടെ കുറെ പുതിയ കാര്യങ്ങൾ നമുക്ക്. പിന്നെ 5 AM Club, റോബിൻ ശർമ്മ. 5 AM Club, one of the best books. Robin Sharma and a monk who has sold his Ferrari. Yes, wonderful book അല്ലേ സർ? അതെ, സ്റ്റോറിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നല്ലേ? അതെ അതെ, സ്റ്റോറിയിലൂടെ അതെങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. നല്ല ബുക്കാണ്. അങ്ങനെ കുറെ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് എന്റെ കുട്ടികളും നന്നായിട്ട് വായിക്കുകയും നന്നായിട്ട് വളരുകയും
ചെയ്യട്ടെ. അപ്പൊ എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. ഇനി ആർക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിപ്പോ ഒരു നേരിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു, Yes, sir. ഇങ്ങനെയൊന്നും അല്ല. വിപിൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. വിപിന് ഈ എന്താ പറയാ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യുന്നത് ഇല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അല്ലേ? അതിന് അൺമ്യൂട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് നേരിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നെങ്കിൽ ഇതുപോലെയല്ല, വളരെ അല്ലെ എല്ലാവരുടെയും ആ ഒരു ഇൻഹിബിഷൻ തന്നെ മാറ്റിയെടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഓടി നടന്നും ഓരോ കാര്യങ്ങളും ചെയ്തും വളരെ ആക്റ്റീവായിട്ട്. ആക്ടിവിറ്റിന്റെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ സർ, ഇതിൽ ആക്ടിവിറ്റി ഒന്നും പറ്റില്ല. അതെ, നമുക്കത് കഴിയില്ല ഓൺലൈൻ ആവുമ്പോ. കഴിയില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസം ഒന്ന് വന്ന് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കി തരിക. ആയിക്കോട്ടെ ഓക്കെ, സർ, തീർച്ചയായിട്ടും. ഓക്കെ, വളരെ നന്ദി ശ്രീധർ സാർ. നമുക്ക് വീണ്ടും കാണാം. കുട്ടികൾക്കും താങ്ക് യു ഫോർ ഇൻവിറ്റേഷൻ. വീണ്ടും കാണാം. താങ്ക് യു സാർ. ഓക്കെ എന്നാ ബൈ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ. Yes, sir. Bye. Thank you, sir. താങ്ക് യു സർ.